എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തവയെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, അതിനേക്കാൾ ഉപരി ഈ ഈ അപ്പർ റൂം പ്രയർ സൂം പ്ലാറ്റ്ഫോമിലെ എല്ലാ ലീഡേഴ്സിനും, അത് ലീഡ് ചെയ്യുന്ന സന്ധ്യ സിസ്റ്റർക്കും മറ്റെല്ലാ ദൈവദാസന്മാർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരി എന്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും വീഴ്ചയിലും എന്നോട് കൂടെ ഇരുന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തി ഇതുവരെ എത്തിച്ച ഞാൻ എന്റെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന എന്റെ രക്ഷകനും കർത്താവുമായ കർത്താവ് യേശു ക്രിസ്തുവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയ സഹോദരൻ, ഞാൻ എന്റെ സാക്ഷി അല്പമായിട്ട് പറയാം. ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്റെ ഫാദറിന്റെയും മദറിന്റെയും അനുഭവ സാക്ഷി ഇന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത എപ്പിസോഡിലോട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം പട്ടണത്തിലെ വിഴിഞ്ഞം എന്ന വില്ലേജിലെ പീച്ചോട്ടുകോണം എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. എന്റെ പേര് ഗിരിജകുമാരി. എന്റെ ഫാദറിന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. എന്റെ അമ്മയുടെ പേര് പത്മാക്ഷി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നതെന്നും. എന്റെ മാതാപിതാക്കൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷെ ദൈവകൃപയാൽ അവരുടെ മാരേജിന് മുമ്പ് സത്യമായ ദൈവത്തെ കാണുവാൻ ഒരു അവസരം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് അപ്രകാരം സത്യം ദൈവത്തെ ആരാധിക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ ഉറച്ച, ദൈവവചനത്തിൽ ഉറച്ച ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞങ്ങൾ 6 മക്കളാണ്. 3 സഹോദരങ്ങള്, 3 ആണും 3 പെണ്ണും. ഞാൻ രണ്ടാമത്തെയാണ്. മൂത്ത എന്റെ ബ്രദർ തൂങ്ങാമ്പാറ AG ചർച്ചിലെ പാസ്റ്ററാണ്. ഒരു ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു. ഞാൻ രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ ബ്രദറാണ്. അവന്റെ മലപ്പുറത്ത് ജോലിയോടനുബന്ധിച്ചും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. 3 കുടുംബങ്ങൾ ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. എന്റെ ഏറ്റവും ഇളയ ബ്രദർ 6-മത്തവൻ അവർ ശുശ്രൂഷയിലാണ്. ഷാരോൺ ചർച്ചില് കണ്ണങ്കോട് ആലപ്പാറ എന്ന് പറയും പാറശാല ബോർഡറാണ്. അവിടെ ഫാമിലി ആയിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. എന്റെ മൂന്നാമത്തെ അനിയത്തി, ഞങ്ങൾ പെണ്ണിൽ മൂത്ത ഞാനാണ്. രണ്ടാമത്തെ അനിയത്തി, മൂന്നാമത്തെ അനിയത്തി, അവരെ ഫാമിലി ആയിട്ട് IPC ചർച്ചില് ശുശ്രൂഷയിലായിരിക്കുന്നു. ഇങ്ങനെ 3 കുടുംബം ഫുൾ ടൈം ശുശ്രൂഷയിലും മറ്റു 3 കുടുംബം ഫുൾ ടൈം ശുശ്രൂഷയും പാർട്ട് ടൈം ജോലിയുമായിട്ട് ദൈവകൃപയാൽ എന്റെ മാതാപിതാക്കൾ വാസ്തവം പറഞ്ഞാൽ ഭാഗ്യവാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 2 മക്കളെ ദൈവകൃപയിൽ വളർത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്നത്തെ ദൈവദാസന്മാർക്ക് പോലും അതിനെ കഴിയാതെ ആയിരിക്കുമ്പോൾ 6 പേര് ഒരുപോലെ ദൈവകൃപയിൽ കൊണ്ടുവരുവാൻ അവരുടെ കഴിവല്ല, ദൈവം അതിനവരെ സഹായിച്ചു. അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വിശ്വാസം കണ്ടു വളരുവാൻ, അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾക്ക് ധനമോ പണമോ തരുവാൻ ഒന്നുമില്ലായിരുന്നുവെങ്കിലും എന്റെ കർത്താവിന് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താന്ന് പ്രിയ സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ ഏറ്റവും വലുതുള്ളത് യേശുവിനെ തന്നെയാണ്. യേശു ഉണ്ടോ എല്ലാം ഉണ്ട്. മറ്റെന്തെല്ലാം നാം സമ്പാദിച്ചെന്ന് പറഞ്ഞാലും യേശുവില്ലെങ്കിൽ എല്ലാം സീറോയാണ്. അത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ മക്കൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവമില്ലാതെ പലരും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നാം ഒന്നാമത് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ഞാൻ പൂർണ്ണമായത് വിശ്വസിക്കുന്നു. ഞാൻ ഒരു ദാരിദ്ര്യ കുടുംബത്തിലാണ് വളർന്നത്. ഞങ്ങൾക്ക് ആഹാരമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് യേശു ഉണ്ടായിരുന്നു. രാവിലെയും രാത്രിയും, രാവിലെ അധികം ഒത്തിരി പ്രാർത്ഥിക്കാറില്ല. എന്നാൽ രാത്രി ഞങ്ങൾ 8 പേര് 1 മണിക്കൂർ ഇരുന്ന് ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ഒരു സഭ ആരാധന തന്നെയാണ്. ഇന്ന് 8 പേര് കൂടി ഒരു സഭയാകുമല്ലോ അല്ലെ? അതുപോലെ അന്ന് ഞങ്ങൾ 8 പേര്, എന്റെ പിതാവ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഒരു വടി എടുത്തോണ്ട് വെച്ചിരിക്കും. ആരെങ്കിലും ഉറങ്ങിയാൽ അടി വീഴുമ്പോഴായിരിക്കും അറിയുന്നത്, ഞെട്ടി ഉണരുക. അതിനിടയ്ക്ക് പ്രവചനമുണ്ട്, പ്രബോധനമുണ്ട്, എല്ലാം ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിന് എന്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ആഹാരമില്ലെന്ന് പറഞ്ഞിട്ടോ വസ്ത്രമില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിറുപിറുക്കുകയോ എന്റെ മാതാപിതാക്കളെ കുറ്റം പറയുകയോ ചെയ്തില്ല. അവരും ഒന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുന്നതായി ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല പ്രിയരെ. നമ്മൾ അത്രത്തോളം സന്തോഷമായ തൃപ്തരായ ഒരു ലൈഫാണ് ഞങ്ങൾ ജീവിച്ചത്, നടത്തിയത്. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പഴങ്കഞ്ഞി വെള്ളം, ചിലപ്പോൾ പച്ചവെള്ളം, ചോറ് ബാക്കി വന്നാലല്ലേ പഴങ്കഞ്ഞി ആകത്തുള്ളൂ. പച്ചവെള്ളം പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വിറ്റാമിനുള്ള മരുന്ന് ആഹാരം കൊടുക്കാൻ പറ്റിയില്ല.
അല്ലെ ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റില്ല, കോംപ്ലാൻ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി വരും, രോഗം വരും എന്നെല്ലാം പറയുന്ന പെന്തക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആഹാരത്തിലല്ല നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവ സാക്ഷിയാണ്. എന്നാൽ പലരും പറയുന്നത്, പെന്തക്കോസ്തുകാര് വലിയ ആത്മീയത്തിൽ നിൽക്കുന്നവർ പോലും പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കോംപ്ലാൻ വേണം, ബൂസ്റ്റ് വേണം, ഫ്രൂട്ട്സ് വേണം, അവരെ ഫാസ്റ്റ് ചെയ്യിപ്പിക്കരുത്, അവർ ആരോഗ്യം തോറും തീർന്നു പോകും, അവർക്ക് രോഗിയായി തീരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ 6 പേരും ആശുപത്രി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോയിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാൻ എന്തുകൊണ്ടാന്ന്. എന്നാൽ ഞങ്ങൾ ആ വെയിൽ കൊണ്ട് അസംബ്ലി നിൽക്കുമ്പോഴും ഞങ്ങൾ തലകറങ്ങി വീണിട്ടില്ല. തലേ ദിവസം ആഹാരം ഇല്ലായിരിക്കും, അന്ന് ആഹാരം ഇല്ലായിരുന്നു, ഉച്ചയ്ക്ക് ആഹാരം ഇല്ല, പക്ഷേ ഞങ്ങൾ ഒന്നും തലകറങ്ങി വീണിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും വിറ്റമിൻ ഡെഫിഷ്യൻസിയുടെ അസുഖം വന്നിട്ടില്ല. പക്ഷെ ഇന്ന് പലർക്കും, പല കുഞ്ഞുങ്ങൾക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ പല കുഞ്ഞുങ്ങളും വിറ്റാമിൻ ഇല്ലാതെ, പ്രോട്ടീൻ ഇല്ലാതെ, പല ഡെഫിഷ്യൻസി ഡിസീസ്, ഇത്രയും ശാസ്ത്രം പുരോഗമിച്ച 24 മണിക്കൂറും കുഞ്ഞുങ്ങളെ തീറ്റി പോറ്റുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമില്ല, അവർക്ക് എന്നും രോഗമാണ്, എന്ന് ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഓർത്തു നോക്കി, അവരൊന്ന് ഡേ കെയറിൽ വിട്ടാൽ, അവരെ സ്കൂളിൽ വിട്ടാൽ പിന്നെ എന്നും ജലദോഷമാണ്, എന്നും പനിയാണ്, പിന്നെ 2 ദിവസം വിട്ടാൽ 5 ദിവസം വിടാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രോഗം പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോകാതെ ഇരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു രോഗം വരത്തില്ല. നാം കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. രോഗസൗഖ്യം ആരോഗ്യം തരുന്ന ദൈവമാണ്. നാം രോഗസൗഖ്യത്തിൽ മാത്രമല്ല ആശ്രയിക്കേണ്ടത്, ഡിവൈൻ ഹെൽത്ത് ജീസസ് ഗ്ലോറബലവശംതരാതെ. പ്രിയ സഹോദരങ്ങളെ, ഡിവൈൻ ഹെൽത്ത് തരുന്നത് നമ്മുടെ ദൈവമാണ്. നാം ഇന്ന് പലരും പണ്ടത്തെ പോലൊരു ഉപവാസമില്ല. കാരണം എന്താണ്? ഈ ശരീരം നോക്കണം, ദൈവത്തിന്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണെന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നാം അല്ല നമ്മുടെ ശരീരം നോക്കുന്നത്. നമ്മുടെ ശരീരമല്ല ഇത്, കർത്താവിന്റെ ശരീരമാണ്. കർത്താവ് വീണ്ടെടുപ്പിന് വില കൊടുത്ത ശരീരമാണെങ്കിൽ ശരീരം നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. എന്ന് വെച്ച് നമ്മൾ തകർക്കണമെന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഉപവസിക്കേണ്ടുന്ന സമയമുണ്ട്, അപ്പോൾ നാം ഉപവസിച്ചേ മതിയുള്ളൂ. പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കണം. എങ്ങനെ ഉപവസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള നിലവിളിയോ സത്യാഗ്രഹമല്ല ഞാൻ പറയുന്നത്. ആത്മാക്കൾ നശിച്ചു പോകുന്നു, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഗെത്സമനയിലേക്ക് പോയപ്പോൾ യേശുവിനെ നോക്കി കരഞ്ഞ ജനത്തെ നോക്കി, സഹോദരിമാരെ നോക്കി യേശു പറഞ്ഞ എന്താണ്? സിംഹപുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. ഗ്ലോറി, ഹല്ലേലൂയ. വെറുതെ ഒരു കരച്ചിലല്ല പ്രിയ സഹോദരങ്ങളെ, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. പ്രത്യേക ചില വർഷങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. യുവതലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യുവതലമുറയിലൂടെ വലിയൊരു കൊയ്ത്തുണ്ട്. യുവതലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്നാൽ യുവതലമുറകൾക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നും ആരുമില്ല. മാതാപിതാക്കൾ പോലും പ്രാർത്ഥിക്കുന്നത് അവർക്ക് നല്ല സ്കൂളിൽ നല്ല മാർക്ക് കിട്ടണം, എൻട്രൻസിന് കിട്ടണം, MBBSന് കിട്ടണം, സിവിൽ സർവീസിന് വേണം. സഭകളെ പ്രാർത്ഥിക്കുന്നതോ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോയോ? ഗ്ലോറി, ഹല്ലേലൂയ. പണ്ട് 10, 40 അല്ലെ 50 വർഷം മുമ്പ് നമ്മുടെ കാഴ്ചപ്പാട് ഇതല്ലായിരുന്നു. നമ്മുടെ പേരും പ്രശസ്തിയും സ്റ്റേജും മൈക്കൊന്നും അല്ലായിരുന്നു. നമ്മൾ ദൈവത്തെ അറിയുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി മരിക്കുക. ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുക, മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കുക. നമ്മൾ ഫാസ്റ്റ് ചെയ്ത് മരിച്ചാൽ സാരമില്ല പ്രിയ സഹോദരൻ, സ്വർഗത്ത് പോകുമല്ലോ. ഞങ്ങളെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ അന്നൊന്നും തരത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 6ാമത്തെ സഹോദരൻ ഇപ്പൊ ഫാസ്റ്റ് ആയിരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് താഴെ ഒരു തോടുണ്ട്, അവിടെ ഒരു തട്ടുകടയുണ്ട്. അവൻ അവിടെ പോയി ഡ്രിങ്ക്സ് മേടിച്ചു കുടിച്ചു. പക്ഷെ അന്ന് അമ്മ കണ്ടുപിടിച്ചു. അന്ന് ഞങ്ങൾ ജ്യൂസ് കുടിക്കത്തില്ല, വെറും വെള്ളമല്ലാതെ കഞ്ഞിവെള്ളം കുടിച്ചാൽ അത് ചോറ് കഴിക്കുന്നതിന് തുല്യമാണെന്നാ പറയുന്നത്. ഇവ ജ്യൂസ് കുടിക്കത്തില്ല, കരിക്കും വെള്ളം, ഫ്രൂട്ട്, ഇങ്ങനെ ഒരു സാധനവും, വെറും വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപവസിച്ച് കരഞ്ഞ് വിളിച്ചാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. എന്നാൽ ഇന്നത്തെ പോലെ സൗകര്യമില്ല, ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ല. അടുപ്പിന്റെ മൂട്ടിൽ അടുപ്പ് ഊതി കത്തിക്കുമ്പോൾ പാസ് ചെയ്ത് അവിടെ ഇരുന്ന് അടുപ്പിന്റെ ചൂട് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയൊക്കെ. ഞങ്ങൾ അതുപോലെ തന്നെയാണ്. വീട്ടിലെല്ലാ ജോലിയും ചെയ്യണം, അല്ലാതെ ജോലി ചെയ്യാതിരുന്നൊരു പ്രാർത്ഥനയല്ല പ്രിയരെ. എൻ്റെ പുല്ല് പറിക്കാൻ പോകണം, പശുവിന് വെള്ളം കൊടുക്കണം, പശുവിന്റെ ചാണകം വാരണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അവിടെ എല്ലാം ദൈവം എന്നെ നടത്തി. ഇനി എൻ്റെ അനുഭവ സാക്ഷ്യത്തിലോട്ട് വരട്ടെ. എൻ്റെ പിതാവിന്റെ ഭവനത്തില് 8 മക്കളായിരുന്നു, 3 ആണും
5 പെണ്ണും. അവർക്ക് സ്വന്തമായിട്ട് മുറ്റത്ത് 3 ആൽത്തറകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എണ്ണ ഒഴിച്ച് കത്തിക്കുക, പൂജ നടത്തുക, ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലായിരുന്നു എന്റെ പിതാവ്. അങ്ങനെ അപ്പനാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വ്രതം എടുത്ത് തനിയെ വേവിച്ച് കഴിക്കുക. എന്തിനാണെന്നറിയാവോ? അപ്പന്റെ ശരീരത്തിൽ മൂർത്തികൾ വെളിപ്പെടാനായി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന് വേണ്ടി നാം ഇങ്ങനെ വ്രതം എടുക്കുമോ? താനെ വേവിച്ച് കഴിക്കുക. 8ാം ക്ലാസ്സിൽ വേറെ കഴിക്കാണ്ടല്ല സ്ത്രീകൾ കഴിക്കുന്നത്, വയ്ക്കുന്നത് കഴിക്കാതെ ആ ദൈവം ആ ദേവൻ ശരീരത്തിൽ ആവഹിക്കുന്നതിന് വേണ്ടി വ്രതമെടുത്ത് തനിയെ വേവിച്ച് കഴിക്കുന്ന ഒരു കാലം. അത്രത്തോളം അവരുടെ ആ സത്യത്തിന് വേണ്ടി തീഷ്ണത ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? സത്യദൈവത്തെ അറിഞ്ഞപ്പോഴും ആ തീഷ്ണത ഒട്ടും വിട്ടുപോയില്ല. പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം തന്നെയായിരുന്നു എന്റെ പിതാവ്. എന്നാൽ അപ്പന്റെ അമ്മ പ്രസവിച്ച് 8 മക്കളെന്ന് പറഞ്ഞല്ലോ, 9ാമത് ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞ് 40 ദിവസമായപ്പോൾ അന്ന് രാത്രി പുറത്തു പോകണമെന്ന് തോന്നി. അന്ന് ബാത്റൂം ഒന്നും അകത്തില്ലല്ലോ. അങ്ങനെ പുറത്തു പോയപ്പോഴത്തേക്കും രാത്രി ആൽത്തറയിൽ നിന്ന് ഉള്ള ദേവൻ യാത്ര പോയപ്പോൾ എതിരെ നിന്നെന്ന് പറഞ്ഞ് ആ ദേവൻ അമ്മച്ചി അടിച്ചു. അങ്ങനെ അവിടെ വീണു, ബോധം കെട്ട് നിലത്ത് വീണു. അത് അറിഞ്ഞ ആൾക്കാരെല്ലാം വന്നു. അവരെ നോക്കുമ്പോൾ ബോധമില്ല. അവിടെ ഭസ്മമ്മച്ചി ഇളക്കാൻ നോക്കി, ആശുപത്രി കൊണ്ടുപോയി മന്ത്രവാദങ്ങൾ നടത്തി, പൂജകൾ നടത്തി, ബലികൾ കഴിച്ചു, എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. പക്ഷേ ഒന്നും പ്രാവർത്തികമായില്ല. അവസാനം അമ്മച്ചി മരിച്ചുപോയി. ഗ്ലോറി ഹല്ലേലൂയ. പ്രിയരെ, ചില ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 40 60 6 മാസം എന്തായിട്ട് ആ കുഞ്ഞും മരിച്ചു. എന്നാൽ ചില നാളുകൾ മുൻപോട്ട് പോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ 3 ആൺമക്കൾക്കും പ്രായപൂർത്തിയായ 2 പെൺമക്കളും അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ബോധം കെട്ടി വീഴും. ചിലപ്പോൾ അടുപ്പിന്റെ മൂട്ടിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കും, അവിടെ ബോധം കെട്ട് കിടക്കും. മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് അവിടെ ബോധം കെട്ട് കിടക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴോ അസുഖമൊന്നുമില്ല. പിന്നെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊച്ചപ്പൻ, എന്റെ അപ്പൻ മൂത്തതാണ്, ആണുങ്ങളിൽ മൂത്തതാണ്, ഇടയ്ക്കുള്ള ഒരു അപ്പന്റെ 2ാമത്തെ എന്റെ കൊച്ചപ്പൻ മൂത്രം പോകാതെ നിലവിളിക്കുന്ന ഒരവസ്ഥ. നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊല്ലുന്നേ എന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. അപ്പൂപ്പനാണെങ്കിൽ ഭാര്യ മരിച്ച വിഷമം, കുഞ്ഞ് മരിച്ച വിഷമം, ഇങ്ങനെ 5 പേര് ബോധം കെട്ടി വീഴുന്നു. ഇങ്ങനെ മകൻ കിടന്ന് വിളിക്കുന്നു. അപ്പോൾ തന്നെ പറയട്ടെ, അടുത്ത് കുറച്ചകലെ ഒരു പെന്തക്കോസ്ത ചർച്ച ഉണ്ടായിരുന്നു. അവരിടയ്ക്ക് വന്ന് പ്രാർത്ഥനയ്ക്ക് വിളിക്കും, കാറ്റ് കൊടുക്കും. കർത്താവ് യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നും സത്യദൈവമാണെന്നും പല പ്രാവശ്യം അവരോട് പറഞ്ഞതാണ്. പക്ഷെ അന്നൊന്നും അവർ സ്വീകരിച്ചില്ല. എങ്കിലും പ്രിയ സഹോദരൻ, ഈ ഒരു നിർണായക അവസ്ഥയിൽ അപ്പോൾ അവരെ ഓർത്തു. ഗ്ലോറി. അതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഓർക്കുക, നാം സുവിശേഷം പറയുമ്പോൾ അവരെ സ്വീകരിക്കണമെന്നില്ല, അവർ അംഗീകരിക്കണമെന്നില്ല. എന്നാൽ നിന്റെ അപ്പം വെള്ളത്തിലെറിയ, ഏറിയ നാൾ കഴിഞ്ഞിട്ടോ അത് പ്രതിഫലമായി കടന്നു വരുമെന്ന ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ, ആ ജീവന്റെ അപ്പമാകുന്ന യേശുവിനെ അവിടെ ഹൃദയങ്ങളിലോട്ട് നാം എറിയാമെങ്കിൽ, ആ സമയത്ത് പ്രതിഫലം നാം കണ്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ സമയത്തോ ഏറിയ നാളെന്ന് നമുക്ക് തോന്നിയാലും ആ സമയത്ത് അത് പ്രതിഫലമായി കടന്നു വരിക തന്നെ ചെയ്യും. ഗ്ലോറി ഹല്ലേലൂയ. അവിടെ സുവിശേഷത്തിന്റെ ഫലമാണ് ഞങ്ങൾ തലമുറകൾ ഈ നിലകൾ കാണുന്നത്. നാം വിചാരിക്കുന്ന നാം സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തിയായിരിക്കും വന്നാൽ, പ്രിയ സഹോദരങ്ങളെ, അതിന്റെ പിന്നിൽ ഒരു സമൂഹമുണ്ട് എന്ന് നാം മറക്കരുത്. ഒരു വ്യക്തിയുടെ വില, ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം പോലും നാം പാഴാക്കരുത്. അപ്രകാരം അങ്ങനെ ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞു, സ്വന്തമായിട്ട് ആൽത്തറയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവങ്ങൾ എനിക്ക് ഒരു സമാധാനവും തരില്ല, എനിക്ക് ജീവനുള്ള ഒരു ദൈവം, സമാധാനം തരുന്ന ദൈവം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ മൺവെട്ടി എടുത്തുകൊണ്ട് വേഗം ആൽത്തറയിലേക്ക് ഓടിപ്പോയി. ഗ്ലോറി ഹല്ലേലൂയ. എന്നാൽ വലിയപ്പൻ ഓടിച്ചെന്നു, എന്റെ അപ്പ അത് ഒന്നും ചെയ്യരുത്, ദേവന്മാർ നമ്മളെ വിട്ടയ്ക്കത്തില്ല, നമ്മളെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ മൺവെട്ടി പോയി പിടിച്ചു. എന്നാൽ അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നറിയോ? അവിടെ നിന്ന മരങ്ങളെല്ലാം കൈകൊണ്ട് എല്ലാം വലിച്ച് ഓടിച്ച് എല്ലാം എറിഞ്ഞിട്ട് ഈ കൊച്ചപ്പനെ എടുത്തുകൊണ്ട് ആ പള്ളിയിലേക്ക് യാത്രയായി. അങ്ങനെ കുറെ ദൂരം നടക്കണം. അങ്ങനെ എടുത്തുകൊണ്ടാണ് ഈ പോകുന്നത്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് പ്രിയ സഹോദരങ്ങളെ, ഒരു പള്ളിയുടെ കുറെ ഇപ്പുറത്തെത്തിയപ്പോൾ തന്നെ കൊച്ചപ്പൻ പറഞ്ഞു, അപ്പാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ ഇവിടെ നിർത്ത്, എനിക്ക് മൂത്രം ഒഴിക്കണം. ഗ്ലോറി ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, അവിടെ നിർത്തി അവിടെ മാറി നിന്ന് മൂത്രമൊഴിച്ചു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെന്നറിയാവോ? നമ്മുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ 4 ചുവരുകൾക്ക് ഒതുങ്ങുന്നതല്ല. ആ ദൈവ സാന്നിധ്യം ആ ഏരിയയിൽ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം അവിടെ
അനുഭവിച്ചത് കൊണ്ടാണ് ആ പിശാച് അത് ഒരു രോഗമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ കൊച്ചപ്പനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ദുരാത്മാവിനോടെ ഇരിക്കുവാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ആ ദേശത്ത് വെളിപ്പെട്ടു. ആ ദേശത്ത് ചെന്നപ്പോൾ, ആ ഏരിയ ചെന്നപ്പോൾ തന്നെ ആ പിശാച് അവനെ വിട്ടുപോവുകയും കൊച്ചപ്പനെ സൗഖ്യമാവുകയും ചെയ്തു. അങ്ങനെ പിന്നെ കൊച്ചപ്പൻ നടന്നാണ് ആ ഹോളിനകത്തേക്ക് പോകുന്നത്. അതുപോലെ നാം എവിടെ കടന്നു പോയാലും നാം ചുമക്കുന്ന ഒരു മഹത്വമുണ്ട്, നാം ചുമക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ അന്ത്യകാല ഉണർവിൽ അപ്രകാരം ഒരു ദൈവ സാന്നിധ്യമാണ്. ഉണർവ് കൊണ്ടുവരാൻ പോകുന്നതിന് എത്രത്തോളം നാം ദൈവത്താൽ നിറയപ്പെടുമോ, ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുമോ, നാം കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം ആ ദൈവ മഹത്വം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫാസ്റ്റിംഗ് പ്രയർ കുറെ നടക്കണമായിരുന്നു. കുറെ മല മുകളിലാണ്. ഇന്നത്തെ പോലെ അടുത്തടുത്തൊന്നും ചർച്ചയില്ല, കുറെ ദൂരാണ്. മുട്ടയ്ക്കാണെന്ന് പറയാം, അതൊരു മലയാണ്. അവിടെ ചെന്ന് അപ്പൂപ്പൻ ചെന്നപ്പോ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൂപ്പനൊന്നും അറിയത്തില്ല. കൊച്ചപ്പനെ അവിടെ ഇരുത്തി. അപ്പൂപ്പൻ അവിടെ പുറകിലിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ വിശ്വാസികളെല്ലാം അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു സമാധാനമില്ല, എന്റെ കുടുംബത്തിന് സമാധാനം ലഭിച്ചാൽ ഞാൻ ഈ ദൈവത്തെ, ഞാനും എന്റെ കുടുംബവും ആരാധിക്കുമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അന്ന് തന്നെ സഭയിലുള്ളവരെല്ലാം കടന്നു വന്നു, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. പല കെട്ടുകളും ബന്ധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അഴിച്ചു. മാത്രമല്ല ആൽത്തറ ഇരുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു കിണർ കുത്തി. ആ കിണറൊന്ന് ഇന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വർഷങ്ങളായി ഞാൻ അവിടെ പോയിട്ട് അതിനുമ്പ് ഞാനും അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞങ്ങളുടെ കൃഷികൾക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണ് അപ്പൂപ്പൻ ആ വിശ്വാസത്തിൽ വന്നത്. എന്നാൽ എൻ്റെ അമ്മയുടെ കാര്യം പറയാം. അമ്മയുടെ ഫാമിലിയിൽ 13 മക്കളാണ്. 5 ആൺമക്കളും 8 പെൺമക്കളും. 10ാമത്തേതാണ് എൻ്റെ അമ്മ. അങ്ങനെ എനിക്ക് 8ാമത്തേത് ഒരു ആണാണ്. ആ മാമന് 3.5 വയസ്സ് മുതൽ ഫിറ്റ്സ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എപ്പിലെപ്സി എന്ന് പറയും, ചന്ദ്രരോഗം എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രോഗം 3.5 വയസ്സ് മുതൽ അതുണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിൽ സ്വന്തമായി തെക്കതുണ്ടായിരുന്നു. എന്നാൽ ഈ രോഗം വന്നപ്പോൾ പല അമ്പലങ്ങൾ കയറിയിറങ്ങി, പല പൂജകൾ ചെയ്തു, മന്ത്രവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്തു. എന്നാൽ ഒന്നിനും വിടിവിക്കാൻ കഴിഞ്ഞില്ല, ഒരു മാറ്റവുമില്ല. കുറെ രൂപകൾ ചെലവാക്കിയെന്നല്ലാതെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. ആ മാമന് ഒരു വിടുതലില്ല. എപ്പോഴാണ് ഫിറ്റ്സ് വരുന്നതെന്ന് അറിയാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല. വെള്ളം തീയൊക്കെ കണ്ടാൽ അപ്പോൾ ഈ രോഗം കടന്നു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂജാരി പറഞ്ഞു, മാമന്റെ പേര് ശിവരാമൻ എന്നാണ്. ശിവരാമൻ എന്ന് പേരിട്ടത് കൊണ്ട് ശിവൻ കൂടിയതാണ് എന്ന് പറഞ്ഞ് ശിവൻ കോവിലിൽ 36 മാസം 3 വർഷം മാസത്തിൽ ഒരിക്കൽ പോയി അവിടെ പാദം കഴുകുകയോ പൂജ ചെയ്യോ ഈറനൻ എന്തൊക്കെ അവര് ചെയ്തോ പറഞ്ഞു, അതെല്ലാം ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ദൈവത്തെ കൂടെ നിൽക്കുവാൻ നാം ഈ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ്, നമുക്ക് സന്തോഷമാണ്, നമുക്ക് വിടുതലാണ്. എന്നാൽ അവരുടെ പൂജാരി വന്ന് എന്താണോ അവർ ദൈവമെന്ന് ആരാധിച്ച ശിവൻ കൂടിയത് കൊണ്ടാണ് അവർക്ക് ഉപദ്രവം വന്നത്. ഇതാണ് നമ്മുടെ സത്യദൈവവും അന്യദൈവവും തമ്മിലുള്ള വ്യത്യാസം. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 ദൈവങ്ങളാണ്, സത്യദൈവവും അന്യദൈവങ്ങളും. അങ്ങനെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന പലപ്പോഴും അവരെ ദൈവത്തെ അകറ്റി നിർത്താൻ നോക്കുമ്പോൾ നാം എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുമോ അത്രത്തോളം നമുക്ക് സന്തോഷമാണ്, നമുക്ക് സമാധാനം. മാത്രമല്ല നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ ആശ്വാസവും ഒഴുകുന്ന നദി പോലെ മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കത് പല അനുഭവം ഉണ്ടായിരിക്കും. നാം ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയും, സിസ്റ്ററെ നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്, എനിക്കൊരു സന്തോഷമാണ് എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അന്യ ദൈവങ്ങൾ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. മാത്രമല്ല അവർ സംസാരിക്കുന്നവരെ അവർ മുറപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ തന്നെയാണ് ഈ മാമനെ കൊണ്ടുപോയത്. 3 വർഷം എൻ്റെ അമ്മയുടെ വീട് വെള്ളായനിയാണ്, അതിനടുത്താണ് തിരുവല്ലം. 3 വർഷം 36 മാസവും കൊണ്ടുപോയി. അവർ പറഞ്ഞതെല്ലാ പൂജകളും ചെയ്തു, പാദം കഴുകുകയോ എന്തോ സ്വർണം കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്ത് പറഞ്ഞെല്ലാം ചെയ്തു. അവസാനം മാമന് 26 വയസ്സായി. അപ്പോൾ ഒരു മന്ത്രവാദി, ഏറ്റവും വിലപ്പെട്ട ഏറ്റവും പേര് കേട്ട മന്ത്രവാദി, ആൾക്കാർ പറഞ്ഞ എല്ലാ മന്ത്രവാദിയുടെ അടുത്തും പൂജാരിയുടെ അടുത്തും മന്ത്രം ഒക്കെ ചെയ്തു. അവസാനം ഒരാൾ പറഞ്ഞ വലിയൊരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഇനി 26 വയസ്സായി, ഇനി ഞാൻ മന്ത്രവാദം ചെയ്തില്ല. ഇനി മന്ത്രവാദം ചെയ്താൽ ഒന്നീ മന്ത്രവാദി മരിക്കും അല്ലെങ്കിൽ മാമൻ മരിക്കും. അപ്പോൾ മന്ത്രവാദിക്ക് പേടിയായി, ഇനി ഞാനെങ്ങാനും മരിച്ചു പോയാലോ. അതുകൊണ്ട് മന്ത്രവാദി പറഞ്ഞു, ഇനി മന്ത്രവാദം ചെയ്യത്തില്ല. പ്രസവങ്ങൾ എല്ലാവരും കൈവിട്ടു. ഇനി ഒരു കച്ചിത്തുരുമ്പില്ല പിടിക്കാൻ. ആശുപത്രിയിൽ പോയി, അമ്പലത്തിൽ പോയി, പൂജ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ പ്രസവ, അവരുടെ വീട്ടിനടുത്തും ഒരു ബന്ധക്കോസ്ത് ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ആരാധന നടക്കുമ്പോൾ അപ്പൂപ്പൻ പാട്ടുകൾ പറക്കിയിട്ട് അപ്പൂപ്പന്റെ കുറെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി. അവിടെ പണ്ട് ഡ്രം അടിച്ചാണല്ലോ ആരാധിക്കുന്നത്.
പറയുന്നത്. ആ തമ്മടിച്ച് ആരാധിക്കുമ്പോൾ അപ്പൂപ്പൻ ഇവിടെ കൂട്ടുകാരെ വിളിച്ച് പാട്ടുകളിട്ട് അടിച്ച് കളിയാക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അവരും എന്നാൽ ഇതെല്ലാം കളിയാക്കുമ്പോഴും അവരെ വെറുക്കുകയല്ല ചെയ്തത്. ഈ വീട്ടിൽ വന്ന് പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയും, യേശു നിങ്ങളെ വിടിവെക്കും, ഈ മാമന് വിടുതൽ കിട്ടുമെന്ന് ഇത്രയും വർഷമായി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല, എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 26 വയസ്സ് വരെയും അവരത് ചെവിക്കൊള്ളാതിരുന്നപ്പോൾ അവരവരെ കളിയാക്കിയെങ്കിലും അവരെ വെറുത്തില്ല. അതാണ് ക്രിസ്ത്യ ജീവിതം, അതാണ് ക്രിസ്തീയ മാർഗം. നമ്മെ വെറുക്കുന്നവരെ നാം വെറുക്കുകയല്ല, അവരെ നാം സ്നേഹിക്കുക. അവരെ അറിവില്ലായ്മ കൊണ്ടാണ്. അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അവരൊരിക്കൽ മടങ്ങി വരികയെ തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പലപ്പോഴും ഞാൻ വരാം, പള്ളിയിൽ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ പലരും വരാതിരിക്കുമ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ പലരുമാണ് വരുന്നത്. നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പലരും ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ഈ പെന്തക്കോസ്തിൽ പോകത്തില്ല, ഈ കൈയടിക്കുന്ന കൂട്ടത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞ പലരുമാണ് ഇന്ന് ദൈവവചന അതിശക്തമായി ഘോഷിക്കുന്നത്. പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ ജനിച്ചവരെക്കാൾ അപ്രകാരം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കളാണ് ശക്തമായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. അവരാണ് ദൈവത്തെ അധികം സ്നേഹിക്കുന്നത് എന്ന് ഞാൻ പറയും. ഞാനത് കണ്ടിട്ടുണ്ട്, എന്റെ അനുഭവം ഞാൻ അത് തന്നെയാണ് പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ട് ദൈവത്തെ വെറുക്കുന്നവരും നമ്മെ ചീത്ത വിളിച്ചാലും നാം സുവിശേഷം പറയുന്നതിൽ നാം ലജ്ജിക്കരുതോ, നാം ക്ഷീണിച്ചു പോകരുത്. 26 വർഷമായി. അപ്പോൾ മൂത്ത ഒരു മാമനുണ്ട്. മാമൻ രഹസ്യമായി പാസ്റ്ററുടെ അടുത്ത് പോയി പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, എന്റെ അനിയന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അവന് സുഖമായാൽ ഞാനും അവനും പള്ളിയിൽ വരാം, അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ, അത് മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രി പാസ്റ്ററെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ വന്നതും അമ്മച്ചി തുള്ളാൻ തുടങ്ങി, പിശാച് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പാസ്റ്ററെ ചീത്ത വിളിച്ചു, മാമനെ ചീത്ത വിളിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ പാസ്റ്റർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അല്പം എണ്ണ ചോദിച്ചു. പ്രാർത്ഥിച്ച് എണ്ണ ഇട്ടപ്പോൾ ആ പൈശാചിക ശക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഫിറ്റ്സ് ആയിട്ട് ഇളകാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങൾ, അതൊരു രോഗമല്ലായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് അപ്പോൾ ഭയങ്കര വിശ്വാസമായി. അതുവരെ എത്ര പൂജ ചെയ്തിട്ടും എത്ര മന്ത്രവാദം ചെയ്തിട്ട് ഒരിക്കൽ പോലും ഈ അസുഖം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമായി. അങ്ങനെ എണ്ണ വിട്ട് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അമ്മാമനെ തൊട്ടു, പൂർണ്ണമായി വിടുതൽ കൊടുത്തു. അന്ന് രാത്രി അമ്മ വിശ്വസിച്ചു. എന്നാൽ വലിയമ്മമാരിലൊക്കെ എന്നെ പല പിശാചുക്കൾ അവരെ ദൈവമെന്ന് ആരാധിച്ചു വന്ന അവർ തന്നെ അവർക്കെതിരായി വന്നു എന്ന് അവർക്കന്ന് മനസ്സിലായി. അവർ തന്നെയാണ് അവർ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ പല ശരീരത്തിലും മാനിഫെസ്റ്റ് ചെയ്തു. അങ്ങനെ വലിയമ്മയുടെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്നപ്പോൾ അമ്മയുടെ ശരീരത്തിലും അതിനെ വായിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററുടെ വൈഫ് പറഞ്ഞു, പത്മശ്രീ, നീ യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ ഭയങ്കരമായിട്ട്, അമ്മയ്ക്ക് നാണക്കേടാണ്. അങ്ങനെ ഇത്തിരി പ്രായമായ ശേഷമായിരുന്നു അമ്മ, എന്റെ ശരീരത്തിൽ അത് ആവഹിക്കരുത്, യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രി തന്നെ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനിടയായി. അങ്ങനെ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ എല്ലാ സഹോദരങ്ങളും ഈ വിശ്വാസത്തിൽ വന്നില്ല. അമ്മച്ചി പിന്നെ വന്നു. അങ്ങനെ പലരും വന്നു. ഇന്നും ചില വ്യക്തികൾ വിശ്വാസത്തിൽ വരാത്തവരുണ്ട്. എന്നാൽ കല്യാണം വന്നപ്പോൾ, അമ്മയുടെ കല്യാണം വന്നപ്പോൾ അപ്പൂപ്പനൊക്കെ ഹിന്ദുവിൽ അയക്കാനായിരുന്നു താല്പര്യം. എന്നാൽ അമ്മ രഹസ്യമായിട്ട് എത്ര വർഷങ്ങളെ പ്രാർത്ഥിച്ചു. എന്റെ ഫാദറിന് പ്രപ്പോസൽ വന്നപ്പോൾ എന്റെ ഫാദറിന് ഒന്നുമില്ല. അമ്മയുടെ വീട്ടുകാർക്കാണെങ്കിൽ നിലവും വസ്തുവും ഒക്കെ ഉള്ള സാമ്പത്തികം ഉള്ളവരാണ്. എന്റെ അപ്പന് ഒരു സമ്പത്തും ഇല്ലാതായിരുന്നു. അപ്പോൾ ഈ പ്രപ്പോസൽ ചെന്നപ്പോൾ പറഞ്ഞത്, കയറി കിടക്കാൻ ഇടമില്ലാത്തടത്ത് എന്റെ മകളെ കെട്ടിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാറിപ്പോയി. എന്നാൽ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ധനവും സമ്പത്തും എല്ലാം ആവശ്യം, എനിക്ക് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ ഒരു കുടുംബം എനിക്ക് തരണമെന്ന് മാത്രമേ അമ്മ പ്രാർത്ഥിച്ചുള്ളൂ. അല്ലാതെ ധനത്തിനും മാനത്തിനും ഇന്നത്തെ പോലെ എന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? നല്ല ജോലി, നല്ല പേര്, നല്ല ഗസറ്റഡ് ഓഫീസർ, നല്ല കാറ്, നല്ല വീട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങൾ, അന്ന് പ്രാർത്ഥിച്ചത് അതല്ല. എനിക്ക് എന്റെ ദൈവത്തെ അവസാനത്തോളം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് അമ്മയ്ക്ക് 83-84 വയസ്സുണ്ട്. ഇന്ന് അമ്മ നല്ല ആരോഗ്യത്തോടെ ദൈവകൃപയിലായിരിക്കുന്നു. എന്നാൽ ഈ മാറിപ്പോയ പ്രപ്പോസൽ പിന്നെയും 1.5 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ ദൈവത്തിന്റെ സമയത്ത്, അതായത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ഓരോരുത്തർക്കും, നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും തക്കതായ തുണയെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അത് അല്പം താമസിച്ചെന്ന് നമുക്ക് തോന്നിയാലും ആ ദൈവത്തിന്റെ സമയം വരെ നാം കാത്തിരിക്കുക. നമ്മ ഇടയ്ക്ക് കയറി ദൈവത്തെ സഹായിക്കാൻ പോകരുത്. അബ്രഹാം പോയതുപോലെ ഇരിക്കും. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നെങ്കിലും 25 വർഷം വരെ കാത്തിരിക്കാതെ ഇസ്മായിലിനെ ജനിപ്പിച്ചതുപോലെ ദൈവമക്കൾ പലരും മറ്റുള്ളവർക്ക് നടന്നു, ഇവർക്ക് നടന്നു, ഇവരുടെ കല്യാണം നടന്നു, എന്നാൽ എന്റെ കുഞ്ഞിനെ നടന്നില്ല, അതുകൊണ്ട് ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് 25 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഞാൻ പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പാന്ന് ഓർത്തോണം.
അന്ന് 17ഉം 18ഉം വയസ്സിൽ കല്യാണം നടന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് 25 വയസ്സ് വരെയും അമ്മ അതിനു വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഈ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവിട്ട അതേ പ്രപ്പോസല് തന്നെ അന്ന് കല്യാണം നടക്കുവാനിടയായി. അന്ന് 700 രൂപ 700 300 രൂപയാണ് സ്ത്രീധനായിട്ട് അപ്പൂപ്പൻ കൊടുത്തത്. നിലവും വസ്തുവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ആൺമക്കൾക്കാണ് കൊടുത്തത്. പക്ഷെ ഈ പൈസ ജോലിക്കെന്ന് അപ്പം കൊണ്ടുപോയി കെട്ടിവെച്ചു. പക്ഷെ ജോലിയും കിട്ടിയില്ല, പൈസയും പോയി. അങ്ങനെ ഒന്നുമില്ല, ഇനി സീറോ. അപ്പനുണ്ടായിരുന്ന വസ്തു എല്ലാം സഹോദരിമാർക്കാണ്, പെൺമക്കൾക്കാണ് കൊടുത്തത്. അതുകൊണ്ട് അപ്പനും ഒന്നുമില്ല, അമ്മയ്ക്കും ഒന്നുമില്ല, സീറോയിലാണ് ലൈഫ് തുടങ്ങിയത് പ്രിയ സഹോദരങ്ങളെ. അതിനുശേഷം അപ്പൂപ്പന് അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. അങ്ങനെ രണ്ടാനമ്മ മക്കൾക്ക് ശരിക്കും ആഹാരം പോലും കൊടുക്കാനില്ല. എന്നാലും കൊടുക്കാതെ അവർക്ക് രാത്രി ശരിക്കും ആഹാരം കൊടുക്കാതെ ആ അമ്മച്ചിക്ക് വേണ്ടിയുള്ളത് മാറ്റി പിറ്റേന്ന് പഴങ്കഞ്ഞിക്ക് വെച്ചേക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത്രയ്ക്ക് കഴിക്കാനൊന്നും കൊടുക്കത്തില്ല. രാത്രി വിശന്നിട്ട് അപ്പൻ രാത്രി അന്നും ചിമ്മിനിയാണല്ലോ, ഉറിയാണ്. എന്നാൽ ഇരുട്ടത്ത് പോയി തപ്പിപ്പിടിച്ച് ഉറി പോയി അമ്മച്ചിക്ക് പിറ്റേന്ന് പഴങ്കഞ്ഞിക്കിട്ട് വെച്ച ചോറ് കഴിച്ച രാത്രികളുണ്ടെന്നും അപ്പൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴും ഈ രണ്ടാനമ്മയുടെ കൂടെയാണ്. കഴിക്കാൻ ആഹാരമില്ല, ഒരു റൂമാണ്. അധികം താമസിക്കാതെ പ്രത്യേകമാക്കി തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു റൂമിൽ തന്നെയാണ് ഞങ്ങൾ കിടക്കുന്നതും ആഹാരം വെക്കുന്നതും ഒക്കെ. അടുപ്പാണ്, ചൂട്. രാത്രി അടുപ്പിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അവിടെ പായിട്ട് കിടക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്രകാരം 5.25 വർഷത്തോളം അങ്ങനെ ഒരു റൂമിൽ താമസിച്ചെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ മൂത്ത മകനെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് 15 സെന്റ് സ്ഥലം മേടിക്കുവാനും അതിൽ 2 റൂം, ഒരു ചെറിയ റൂം, പിന്നെ ഒരു ചായ്പ. അടുക്കള എന്ന് പറയുന്ന ചായ്പാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓല മെടഞ്ഞ് കെട്ടി അടപ്പും ഡോറും ഓല തന്നെയാണ്. അങ്ങനെ ഒരു ചായ്പായിരുന്നു അടുക്കളയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങള് 8 മക്കളാകുന്നത്, 6 മക്കളും ഞങ്ങള് അപ്പനും അമ്മയും ആ ഒരു റൂമിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ചാണകം മെഴിയ ഓല കെട്ടിയ വീട്. പല മഴ പെയ്താൽ ചോരും. പാത്രങ്ങൾ എടുത്തോണ്ട് ഓട്ടമാണ്. പാത്രങ്ങൾ അധികം വെള്ളം വീഴുന്നിടത്തെല്ലാം പാത്രം വെച്ചില്ലെങ്കിൽ ചാണകമായതുകൊണ്ട് അവിടെ എല്ലാം കുഴിയാകും. വെള്ളം ഇങ്ങനെ പോസി വീഴുമ്പോൾ കല്ലുകളെല്ലാം ഇങ്ങനെ, പിന്നെ അവിടെ എല്ലാം ഞങ്ങൾ മണ്ണ് നനച്ച് നികത്തി വേണം പിന്നെ ചാണകം മെഴുകാൻ. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നു, രാവിലെ കൊട്ടി വെള്ളം കോരി ഒഴിക്കുന്നു. ഇങ്ങനെ ആയിരുന്നു അവസ്ഥ. എന്നാലും പിന്നെ ഓരോ റൂമുകളായിട്ടാണ് പിന്നെ വെച്ചത്. 4 മക്കളായി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്റെ ഫാദറിന് ജോലി കിട്ടി. പോസ്റ്റ്മാനായിട്ട് ജോലി കിട്ടി. 10 രൂപ 15 രൂപയായിരുന്നു അന്ന് സാലറി. എന്നാൽ അന്ന് ആ സാലറിക്കും എന്റെ അപ്പൻ പഠിപ്പിച്ച ഒരിതുണ്ട്, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്ന ഒരവസ്ഥ. അന്ന് ഞങ്ങൾക്ക് പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, എല്ലാം അതൊക്കെ കൊണ്ടാണ്, അല്ലാതെ ഈ സാലറി കൊണ്ടല്ല ജീവിച്ചത്. അതുപോലെ കഷ്ടപ്പെടുമായിരുന്നു. ഞങ്ങൾ കൃഷി ചെയ്യാൻ ഒരു ജന്മിക്ക് കുറെ സ്ഥലങ്ങളുണ്ട്, ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ആർക്ക് വേണം അവിടെ പോയി കൃഷി ചെയ്യാം? ഞങ്ങളൊക്കെ കൊണ്ടുപോയി കൃഷി ചെയ്യിക്കും. പ്രിയച്ചരങ്ങൾ തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വേണം ആ കൃഷിക്ക് ഒഴിക്കാൻ. കാക്കോട്ട എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയത്തില്ല. ഞാനും സഹോദരങ്ങളെ കൂടെ ആ കാക്കോട്ട വെച്ച് വെള്ളം കോരി കൃഷികൾക്ക് ഒഴിച്ചിട്ടുണ്ട്. അന്ന് പഠിത്തത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലെ സ്ത്രീകളെ പെൺപിള്ളേരെ പഠിപ്പിക്കുന്ന സ്വഭാവമില്ല. ജോലി ചെയ്യുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ കൃഷി ചെയ്യും. അപ്പനും ജോലി കഴിഞ്ഞ് വന്ന് ചെയ്യും. അല്ലെ പശുക്കള് 3-4 പശു, ആട്, കോഴികള ഒക്കെ ഉണ്ട്. അപ്പൊ പുല്ല് പറിക്കാൻ പോകണം. സ്കൂളിൽ പോയി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് രാവിലെ 5 മണിക്ക് വിളിച്ചോണത്തും വെള്ളം തന്നിട്ട് പുല്ല് പശുവിന് മരിച്ചിന് വാങ്ങാൻ പോകണം. ഒത്തിരി ദൂരം നടന്ന് വേണം പോകാൻ. നടന്ന് വാങ്ങി കൊണ്ടുവച്ചിട്ട് പുല്ല് പറിക്കാൻ പോകണം. പുല്ല് പറിച്ചിട്ട് പ്രിയ സൗകര്യങ്ങൾ പിന്നെ പശുവിന്റെ ചാണകം വരണം. അത് പിന്നെ വെള്ളം കോരണം. വലിയ ആഴമുള്ള കിണറാണ്. ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചുള്ള തൊട്ടി അല്ലെ പാള, ഇങ്ങനെ ഓരോ വലിയ പാത്രക്കലമുണ്ട്. 5 കുടം 10 കുടം ഒക്കെ വെള്ളം കോരി വെച്ചിട്ട് വേണം പോകാൻ. ഞാൻ പറഞ്ഞില്ല, കഴിക്കാനൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടേക്കാൻ കുറെ 10-20 മിനിറ്റ്, ഓടിയാൽ 15 മിനിറ്റ് കൊണ്ട് എത്തുമായിരിക്കും ഞങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ സ്കൂളിൽ ബെല്ലടിക്കുന്നു. അപ്പോഴാണ് ഇട്ടിട്ട് ഓടുന്നത്. ചാണകം എല്ലാം വാരിക്കിട്ട് അതിന്റെ മൂത്രമെല്ലാം കോരി നാറിയ ശരീരത്തോടെ ആ ഒരു ഓട്ടമാണ് പ്രിയ സഹോദരനെ. ആ സ്കൂളിൽ ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ എന്തായാലും അസംബ്ലിക്ക് ഒരു 15-20 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് ഓടിയെത്തും. ആഴ്ചയിൽ ഒന്നൊക്കെയാണ് കുളിക്കുന്നത്. ഒരു യൂണിഫോമേ ഉള്ളൂ, ഒരു ഡ്രസ്സേ ഉള്ളൂ. എന്നാൽ ആരെങ്കിലും കുളിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ അന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ എൻ്റെ ദൈവത്തോട് അറിയിക്കുമായിരുന്നു. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഒന്നും പറയാറില്ല പ്രിയ സഹോദരങ്ങളെ. അന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ, അവർ അറിഞ്ഞ വിശ്വാസത്തിൽ തീഷ്ണത ഉണ്ടായിരുന്ന പോലെ ഈ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് വന്ന ശേഷം കർത്താവ് യേശുവിലെ വലിയ വിശ്വാസമാണ്. എന്ത് കണ്ടാലും എന്ത് വന്നാലും യേശു
കടഭാരമാണോ യേശു? ഞാൻ പറഞ്ഞ ദശാംശ സാലറിയുടെ മാത്രമല്ല, ഈ പശുവിന്റെ പാലിന്റെ കൊടുക്കും. പശു പ്രസവിച്ചാൽ ആദ്യത്തെ കുട്ടി പാസ്റ്റർക്കാണ്. ആട് പ്രസവിച്ചാൽ ആദ്യത്തേതാണ്. മുട്ട കൊടുക്കും. കോഴിക്കുഞ്ഞ് 10-1. കോഴി വീട്ടിൽ ഏത് പാസ്റ്റർ വന്നാലും കോഴി മുട്ട ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കോഴി അറുത്ത് ചിക്കൻ വെച്ച് കറി വെച്ച് കൊടുക്കും. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും മുട്ട കാണാനുള്ള അവസരമേ കണ്ടിട്ടുള്ളൂ. പാസ്റ്റർമാർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. എന്നാൽ അവരന്ന് കഴിച്ച് അന്ന് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം ഞങ്ങൾ ഇന്ന് 6 മക്കളും ഒരുപോലെ അനുഭവിക്കുന്നുണ്ട്. അന്ന് കഴിച്ചിട്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിലായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്, 13 വർഷമായിട്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിലായിരുന്നു. അപ്പോൾ 3 AG ചർച്ചിലായിരുന്നു. 3-4 പാസ്റ്റർമാരെ ഞായറാഴ്ച കാണും. അവർക്ക് എല്ലാവർക്കും ആഹാരം അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. കിടക്കാൻ സ്ഥലമില്ലെങ്കിലും തറയിൽ പായിട്ട് പാസ്റ്റർമാർ കിടക്കുമായിരുന്നു അവിടെ. അങ്ങനെ ഒരു എന്തോ പറയേണ്ടുന്ന ഒരു മിഷണറി കുടുംബമായി തന്നെ അന്നും വളർന്നു വന്നു പ്രിയ സഹോദരങ്ങളെ. എന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ വലിയ വിശ്വാസം. എന്ത് വിഷയം വന്നാലും യേശുവാണ്. രോഗമാണോ യേശുവാണ്. കടഭാരമാണോ യേശുവിലാണ്. അല്ലാതെ മനുഷ്യരെ ആശ്രയിക്കുന്ന ഒരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ല, ആശുപത്രിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്ത് രോഗം വന്നാലും പ്രാർത്ഥിക്കും. എന്നാൽ രോഗം വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരിക്കലും ബ്രസ്റ്റ് ആബ്സസ് വന്നു. ഇങ്ങനെ പൊട്ടി ബ്ലഡും പഴുപ്പുമായിട്ട് ഒഴുകുകയാണ് പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് പോലും ആശുപത്രി കൊണ്ടുപോകാതെ അന്ന് ഞങ്ങളുടെ പാസ്റ്റർ ഫാമിലി ആയിട്ട് വന്നിരുന്നു, പ്രാർത്ഥിച്ചു. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലാണ്. അങ്ങനെ കണ്ട ഞാൻ പറയില്ല, ഈ പഴുപ്പ് രക്തത്തിലോട്ട് പോയാൽ സെപ്സിസ് ആകും. സെപ്സിസ് ആയാൽ ട്രീറ്റ്മെന്റ് ഇല്ല, മരിക്കും. എന്നാൽ ഒരു സെപ്സിസും ആയില്ല പ്രിയ സഹോദരങ്ങളെ. 2-3 മാസം മാത്രമല്ല, അതിന്റെ പഴുപ്പ് മൊത്തമായി വെട്ടിയെടുത്ത് ആന്റിബയോട്ടിക് ഒന്നിന് പുറകെ ഒന്നായി, ഒരു ആന്റിബയോട്ടിക് പോരാ. ആബ്സസ് ആയാൽ ഒന്നിന് പുറകെ ഒന്നായി ആന്റിബയോട്ടിക് കൊടുത്തിട്ട് പോലും കരിയാതിരിക്കുമ്പോൾ, ഒരു ആന്റിബയോട്ടിക്കും ഇല്ലാതെ, ഒരു ഓപ്പറേഷൻ ഇല്ലാതെ, ഒരു മനുഷ്യ കത്തി തൊടാതെ വചനമെന്ന ആത്മാവിന്റെ വാളിനാൽ അത് വെട്ടിമാറ്റി എന്റെ അമ്മയ്ക്ക് അത് ഹീലായി. എന്നാൽ പല ഹിന്ദുക്കളും പറഞ്ഞു, ഇല്ല അത് ആശുപത്രി പോകാത്തതുകൊണ്ട്, എന്റെ ചലമെല്ലാം വെട്ടിക്കളയാത്തത് കൊണ്ട് അത് ഇനിയും വരുമെന്ന് പറയുമ്പോൾ എന്റെ അമ്മ പറഞ്ഞു, യേശു വെടിവെച്ചതാണെങ്കിൽ ഇനി ഒരിക്കലും അത് വരത്തില്ല. എന്റെ ദൈവം എന്റെ വേരോടെ മുറിച്ചു കളയുന്ന ദൈവമാണ്. എന്റെ ദൈവം ബ്രാഞ്ച് അല്ല കൊമ്പ് വെട്ടുന്ന ദൈവമല്ല. എന്റെ ദൈവം വേര് മുറിക്കുന്ന ദൈവമാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഞാൻ പറഞ്ഞില്ല 83-84 വയസ്സുണ്ട്. ഇന്നേ വരെയും ആ അസുഖം വന്നിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ കുഞ്ഞിന് 6 മാസമായിട്ടുള്ളപ്പോൾ, എന്റെ മൂത്ത അനിയത്തിക്ക് 6 മാസമുള്ളപ്പോൾ അമ്മയ്ക്ക് ന്യൂമോണിയ വന്നു. ന്യൂമോണിയ വന്നിട്ട് കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഛർദി, ചുമച്ച് തുപ്പുന്നതെല്ലാം ബ്ലഡും പഴുപ്പുമാണ്. അന്ന് പറഞ്ഞ ന്യൂമോണിയ പൊട്ടിയെന്ന് മലയാളത്തിൽ പറയാൻ, അത് ന്യൂമോണിയ കൂടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. എന്നിട്ടും ആശുപത്രി പോയില്ല. അന്നും പാസ്റ്റർ ഫാമിലി ആയിട്ട്, ബാബു പാസ്റ്റർ എന്ന് പറയും, പാസ്റ്റർ ഫാമിലി ആയിട്ട് വന്നിരുന്നു, പ്രാർത്ഥിക്കുന്നു. 6 മാസമേ ഉള്ളൂ. അമ്മയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടി കിടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പാസ്റ്റർ ആന്റിയാണ് കഞ്ഞി വെള്ളം ബോട്ടിൽ അടച്ച് അനിയത്തിക്ക് കൊടുത്തോണ്ടിരുന്ന പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് ദൈവം തന്നെയാണ് വിടുതൽ കൊടുത്ത. ഒരു ആശുപത്രിയിലും പോയില്ല. പിന്നെ 6 മക്കളെ പ്രസവിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഗർഭപാത്രം പുറത്തേക്ക് തള്ളി, യൂട്രൻ പ്രലാപ്സ് എന്ന് പറയും, നന്നായിട്ട് പുറത്ത് കാണാറുണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ഒരു ആശുപത്രിയിലും പോയില്ല. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ വില്യം പാസ്റ്ററാണ്. പാസ്റ്റർ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു. അന്നതിന് ശേഷം അത് പൂർണ്ണമായ വിടുതൽ കിട്ടി. ഒരു മനുഷ്യകത്തെയും തൊട്ടില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആദ്യത്തെ ഡെലിവറിക്ക് മാത്രമേ അമ്മ ആശുപത്രി പോയിട്ടുള്ളൂ. മറ്റ് 5 പ്രസവങ്ങളും വീട്ടിലായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അത്രത്തോളം വിശ്വാസത്തിൽ അടിയുറച്ച, വെറുതെ ഒരു ബന്ധകോസല്ല, വചനത്തിൽ അടിയുറച്ച ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ, അവരെ വിശ്വാസം കണ്ടും അനുഭവിച്ചും വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ തന്നെയാണ്. പലരും എന്നോട് ചോദിക്കും, പിന്നെ എന്തിനാണ് സിസ്റ്റർ നേഴ്സിങ്ങിന് പോയത്? ഞാൻ പറയാ, അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ മരുന്നിന് കഴിയാത്തത്, ഡോക്ടേഴ്സിന് കഴിയാത്തത് എന്റെ യേശുവിന് കഴിയുമെന്ന് അവരോട് പറയുവാൻ, അവരെ ആ ഒരു സത്യദൈവത്തെ കാണിച്ചു കൊടുക്കാനാണ്. ആ ഫീൽഡിലും ദൈവത്തിന് ആൾക്കാരെ വേണമല്ലോ. മറ്റൊരു ദൈവദാസനോ ഒരു പാസ്റ്റർക്കോ അവിടെ പോയി പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാ ഫീൽഡിലും എന്റെ ദൈവത്തിന് വ്യക്തികളെ ആവശ്യമുണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അല്ല, ചർച്ചിൽ മാത്രം ശുശ്രൂഷിക്കുന്നവരല്ല ദൈവത്തിന് ആവശ്യം. അത് പലരും പറയുന്ന ഒരു ജോലി റിസൈൻ ചെയ്ത് ശുശ്രൂഷ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, വരട്ടെ, ദൈവം പറഞ്ഞാൽ ഞാൻ ജോലി റിസൈൻ ചെയ്യും. അല്ലെങ്കിൽ ദൈവം എന്നെ ആ ദേശത്ത്, എന്റെ യെരൂശലേം അതാണ്, ഞാൻ അവിടെ ഒരു ശുശ്രൂഷയുണ്ട്, അവിടെ ഒരു ഉണർവ് എന്നിലൂടെ നടക്കണം. സൗരങ്ങളാണ്, അതാണ് എന്നെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ. അല്ലാതെ ഒരു സ്കോപ്പുമില്ലാത്ത ഒരു കുഗ്രാമത്തിൽ ജനിച്ച
പെൺപിള്ളാരെ പഠിപ്പിക്കാത്ത ആ ഒരു ഗ്രാമത്തിൽ ഒരു നേഴ്സിനെ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒരു BSc നേഴ്സ് എന്തെന്ന് ഞാൻ കേട്ടിട്ടില്ലാത്ത എന്നെ ഈ സെൻട്രൽ ഗവൺമെന്റിൽ, ഈ സിറ്റിയില് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലില് എന്റെ 22 വയസ്സിൽ ജോലി കിട്ടി. 6 മാസം പ്രൈവറ്റിലായിരുന്നു. 22 വയസ്സിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി തന്ന ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് അതിനൊരു പദ്ധതിയുണ്ട്. വെറുതെ സാലറി വാങ്ങിച്ച് എനിക്ക് സൂഹിക്കാനോ എന്റെ കുഞ്ഞുങ്ങൾക്ക് സൂഹിക്കുവാനോ അല്ല. എന്റെ ദൈവത്തിന്റെ പദ്ധതിക്കായി അവിടെ ഒരു ഉണർവിനായി ദൈവം എന്നെ കരങ്ങളെടുക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓർക്കുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റാർക്കും ആ കോമ്പൗണ്ട് കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്നാലും അതിനോട് കൂടുതൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരൊറ്റ മനുഷ്യർക്ക് അവിടെ പറയാൻ കഴിയില്ല. എന്നാൽ നമ്മെ കാണുമ്പോൾ തന്നെ ദൈവത്തെ കാണുന്ന ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ കൊച്ചപ്പൻ ആ ചർച്ചിന്റെ കുറച്ച് ദൂരെ എത്തിയപ്പോൾ തന്നെ അവിടെ മഹത്വം, ആ സാന്നിധ്യം വെളിപ്പെട്ടതുപോലെ എന്നിലുള്ള ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഹോസ്പിറ്റലിൽ ഇറങ്ങണം, ആ ദൈവമഹത്തോടെ ഇറങ്ങണം. അത് മറ്റുള്ളവർ അറിയണം. യേശുവിന്റെ കണ്ണിന് ശക്തി, നോട്ടത്തിന് ശക്തി ഉണ്ടായിരുന്നു. യേശു കരം വെച്ചപ്പോൾ ദൈവ വിടുതൽ നടന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികൾ വിടുതൽ പ്രാപിച്ചു. പാപികൾ മാനസാന്തരപ്പെട്ടതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നിലൂടെ നിങ്ങളിലൂടെ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. ചാൾസ് ഫിന്നി എന്ന് പറഞ്ഞ ദൈവദാസനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്രകാരമാണല്ലോ ലിഫ്റ്റിലെല്ലാം കടന്നു വരുമ്പോൾ പാപബോധത്താൽ പാപികൾ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടും. ആ ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല എന്ന് ഞാൻ 100% പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനെ എന്നെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നമ്മളെവിടെ അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം നിറവേറ്റാതെ നാം അവിടെ കടന്നു ചെന്നാൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കടന്നു വരട്ടെ. അനേക അത്ഭുതങ്ങൾ പറയുവാനുണ്ട്. എനിക്കും എന്റെ ഇളയ സഹോദരി 6ാമത്തെ ബ്രദറാണ്, അവന് ശുശ്രൂഷയിലായിരിക്കുന്നു. 5ാമത്തെ അനിയത്തിയാണ് ഞാൻ പറഞ്ഞ IPC ചർച്ചില് ശുശ്രൂഷയിലായിരിക്കുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ അവളിനെ മലദ്വാരത്തിലൂടെ ഇങ്ങനെ ബ്ലഡ് പോകാൻ, മോഷൻ പോകാൻ, മലം പോകാൻ ഇരിക്കുമ്പോഴേ, കക്കൂസ് പോയി ഇരിക്കുമ്പോഴല്ല, എപ്പോഴും ബ്ലഡ് പൊക്കോണ്ടേയിരിക്കും. ഇങ്ങനെ കുറെ നാളായി. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം മാറുന്നില്ല, ഒരു വിടുതലും കാണുവാൻ കഴിയുന്നില്ല. അവസാനം എൻ്റെ അപ്പൻ പോസ്റ്റ്മാൻ ആണല്ലോ, ആ ഏരിയയിൽ തന്നെയുള്ള പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, 3 പെൺപിള്ളേര്. അന്ന് ഒരു പെൺകൊച്ചെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അയ്യോ വലിയ ഭാരമാണ്. 3ാമത്തെ മോളെ ഡെലിവറി ആയപ്പോഴത്തേക്ക് അമ്മയോ മാമിമാരൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ അപ്പന് 6 മക്കൾ വേണമെന്നായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികം ഇല്ല, എടുക്കാഭാരമായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുമ്പോൾ 3 പെൺമക്കളായതുകൊണ്ട് കൊല്ലാനിട്ടിരിക്കുന്നു എന്ന് മനുഷ്യർ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അപ്പം പറഞ്ഞു, എന്നെ എന്തായാലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രിയ സഹോദരങ്ങളെ, മരുന്ന് ഒന്നിന് പിറകെ ഒന്നായി കൊടുത്തു. പക്ഷേ രോഗം മാറുന്നില്ല. അവൾ 1 വയസ്സിൽ നന്നായിട്ട് സംസാരിക്കും, ഓടി നടക്കും, മുഖത്തൊരു ക്ഷീണമില്ല, ബ്ലഡ് പൊക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2nd സ്റ്റാൻഡേർഡ് പഠിക്കാൻ തോന്നുന്നു. അപ്പോഴാണ് അവൾക്ക് 1 വയസ്സുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി അവൾക്ക് എന്ത് മരുന്ന് കൊടുക്കാനാണ്, ഇനി ഒരു മരുന്നും കൊടുക്കാനില്ല. സോറികൾ. അന്ന് എൻ്റെ അമ്മ വീട്ടിൽ വന്നു. ആ മരുന്ന് കുപ്പി എല്ലാം പൊട്ടിച്ചു കളഞ്ഞു. എൻ്റെ അപ്പനോട് ചോദിച്ചു, ഇനി മോക്ക് മരുന്ന് കൊടുത്തത് മതിയോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനോ? അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്, ഇനി ഒരു മരുന്ന് കൊടുക്കാനില്ല. അപ്പൻ ചോദിച്ചു, എന്ത് പറ്റി? ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മരുന്ന് കുപ്പി എല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് മരിക്കുന്ന ഒരു ദർശനം കണ്ടു. പ്രിയ സഹോദരങ്ങളെ, അമ്മ നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞിന്റെ ആത്മാവിനെ എടുക്കരുത്, എൻ്റെ കുഞ്ഞിന്റെ ആത്മാവിനെ എടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പൻ വഴക്ക് പറഞ്ഞു, കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ, അവള് കണ്ടാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ആരോഗ്യമുണ്ട്, മുഖമൊക്കെ നല്ല പ്ലസന്റ് ആണ്, വെറുതെ കിടന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്നെ തടുക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പാസ്റ്റർ വന്നപ്പോൾ പറയുന്നു, കൊച്ചപ്പൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞില്ല. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഡേറ്റ് വരെ വെളിപ്പെട്ടു, ആ മരിക്കുന്ന ഡേറ്റും. അത് പാരന്റ്സിനോട് പറയാൻ, ഇളയ കുഞ്ഞാണ്, അന്ന് 6ാമത്തവൻ ഇല്ല. അപ്പോൾ കൊഞ്ചിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞ് എങ്ങനെ പറയും എന്ന് ഓർത്തിട്ട് കൊച്ചപ്പനോട് പറഞ്ഞു. കൊച്ചപ്പനും പറഞ്ഞില്ല. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ പരിങ്ങുന്നുണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്ററെ മരണമാണ് കണ്ടത്. പാസ്റ്റർ പറഞ്ഞു, ഞാൻ അത് തന്നെ കണ്ടത്, പക്ഷേ മരണത്തിന്റെ നീക്കുപോക്ക് ദൈവത്തിനുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ കൊച്ചപ്പനോട് ഡേറ്റ് പറഞ്ഞിരുന്നു. കൊച്ചപ്പൻ അത് മറ്റു ബന്ധുക്കളോട് പറഞ്ഞു. പ്രേസോരികൾ ആ ദിവസമായപ്പോൾ ഒരു മരണ വീട് പോലെ എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് നിറഞ്ഞു. അത് സന്ധ്യയായി.
അപ്പോൾ പെട്രോമാക്സ് ലൈറ്റ് അന്ന് എഴുതി ചിമ്മിനിയാണല്ലോ, പെട്രോമാക്സ് ലൈറ്റ് എടുക്കാൻ അപ്പൂപ്പൻ പറയുന്നു. അന്ന് മാമി അപ്പന്റെ മൂത്ത സഹോദരി വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം കൊടുക്കാൻ പറഞ്ഞു. അതുവരെ ചോറ് കൊടുക്കുന്നില്ല, അത് ഗാസ്ട്രൈറ്റിസ് ആയിരിക്കും, വയറിന് പ്രോബ്ലം എന്ന് പറഞ്ഞ് കൂവമാവും ചൗരിക്കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് ആവശ്യമുള്ള കൊടുക്കാൻ പറഞ്ഞു. അവളോട് ചോദിച്ചപ്പോ ചോറ് മീനും വേണമെന്ന് പറഞ്ഞു. അപ്പൻ ചോറ് മീനും വാരി കൊടുക്കാൻ തുടങ്ങി. അവൾക്ക് ഇഷ്ടമുള്ള ഒരു പിങ്ക് ഫ്രോക്ക് അവിടെ കിടപ്പുണ്ട്. അവൾ പറഞ്ഞു ആ പിങ്ക് ഫ്രോക്ക് വേണം. ആ പിങ്ക് ഫ്രോക്ക് എടുത്തിട്ട് കൊടുത്ത് അപ്പൻ ചോറ് മീനും വാരി കൊടുക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്തിരിപ്പുണ്ട്. അവളിങ്ങനെ പറഞ്ഞു, അപ്പാ ഞാൻ പൊക്കോട്ടെ. അപ്പൻ ഇങ്ങനെ മുഖത്ത് നോക്കി പിന്നെയും ചോദിച്ചു, അപ്പാ ഞാൻ പൊക്കോട്ടെ. അപ്പൻ ചോദിച്ച, മകളെ നീ എവിടെ പോകുന്നു? യേശുപ്പൻ വിളിക്കുന്നു, ഞാൻ പൊക്കോട്ടെ. അപ്പൻ കരഞ്ഞു, ഞാനും കരഞ്ഞു. അപ്പം പറഞ്ഞ അന്ന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടായിരിക്കും നേർച്ച കാഴ്ച വെക്കാന്നൊരു സ്ഥാനമുണ്ട്. അപ്പം പറഞ്ഞു, മകളെ ഞാൻ നിനക്ക് പകരം ഒരു ആട്ടിൻകുട്ടിയെ പാസ്റ്റർക്ക് കൊടുക്കാൻ ദൈവത്തിൽ കൊടുക്കാതെ മതിയോ? അപ്പൊ ഇങ്ങനെ ഒരു ദീർഘശ്വാസം വിട്ടിട്ടു, മതി എന്ന് പറഞ്ഞു. അന്ന് വിടുതലായതാണ് പ്രിയ സഹോദരങ്ങളെ. ഇന്ന് അവൾ ശുശ്രൂഷയിലായിരിക്കുന്നു. അതുപോലെ എന്റെ മൂത്ത സഹോദരൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കണ്ണിന് പെട്ടെന്ന് കാഴ്ച പോയിട്ട് കാഴ്ച കാണുന്നില്ല. പ്രിയ സഹോദരൻ, എന്തെങ്കിലും രോഗം വന്നാൽ ആശുപത്രി കൊണ്ടുപോ അമ്മ, മരുന്ന് വേണം അമ്മ എന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. പ്രാർത്ഥിക്കമ്മ, പ്രാർത്ഥിക്കപ്പ എന്ന് പറയാനേ അറിയത്തുള്ളൂ. എന്റെ ബ്രദർ പറയാൻ തുടങ്ങി, അമ്മ എനിക്ക് പ്രാർത്ഥിച്ചതാ അമ്മ, എനിക്ക് കണ്ണ് കാണുന്നില്ല അമ്മ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അമ്മ, എനിക്ക് പ്രാർത്ഥിച്ചതാ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു ആശുപത്രിയും കൊണ്ടുപോയി. ഇന്നാണെങ്കിൽ കൊണ്ടുപോയി എന്തെന്ന് നോക്കാം, എന്താണെന്ന് കേൾക്കാം. ഡോക്ടറുടെ നെഗറ്റീവ് കേട്ടാൽ നമ്മുടെ വിശ്വാസം പോകും. പ്രിയ സഹോദരങ്ങളെ, കഴിയുന്നത് ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് വിടുതലായതിനു ശേഷം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഒരു കുഴപ്പവും ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അല്ല, കൊണ്ടുപോയി ഒരു രോഗമുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ അതിങ്ങനെ മനസ്സിൽ കിടക്കും, അതിന്റെ ഭയം ഉണ്ടാകും, ഭയത്തിലൂടെ പിശാച് പ്രവർത്തിക്കും. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയും, എന്താ രോഗമെന്ന് കണ്ടിട്ട് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ദൈവത്തിന് നമ്മളെ രോഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കും അറിയേണ്ട കാര്യമില്ല. കുഞ്ഞിന് സുഖം കിട്ടിയാൽ മതിയല്ലേ. അതുകൊണ്ട് ഒരു ആശുപത്രിയും കൊണ്ടുപോയില്ല, പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു വെള്ളപ്പാടയാണ് ഇങ്ങനെ കണ്ണിന് വന്ന് മൂടിയത്, അത് മാറിപ്പോയി. ആ ബ്രദറാണെന്ന് തൂങ്ങാൻ പറ. AG ചർച്ചില കുടുംബമായിട്ട് ശുശ്രൂഷ ആയിരിക്കുന്നത്. സഹോദരങ്ങളെ, പിന്നെയും എന്റെ അനുഭവം ജസ്റ്റ് ഒന്ന് പറയാം, ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. എനിക്ക് 51 ദിവസം പ്രായമുള്ളപ്പോൾ എന്റെ മൂത്ത ബ്രദർ, എനിക്കൊരു മൂത്തത് ഒന്നേ ഉള്ളൂ, ഞാൻ 2ാമത്തെയാണ്. ബ്രദർ അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് തങ്കച്ചി എന്ന് പറയാൻ. എന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ നിന്നിടയ്ക്ക് ഇങ്ങനെ കാല് തെറ്റി എന്നെ പുറത്തോട്ട് വീണ് കൈ കുത്തി എണീറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അമ്മ വന്നപ്പോൾ ചോദിച്ചപ്പോ വീണു എന്ന് പറഞ്ഞു. ഇവിടെ വീണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് മൂത്രം പോകുന്നില്ല, വയറെല്ലാം കൂടെ വീർത്ത് കെട്ടി, ദേഹം മൊത്തം നീരായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം മുട്ടുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അസുഖമൊന്നുമില്ല, ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നെയും തിരിച്ചു വിടുന്നു, പിന്നെയും മൂത്രം പോകുന്നില്ല, ശ്വാസം പോകുന്നില്ല, ഭയങ്കരമായിട്ട് മരണവെപ്രാളമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഒരു രോഗമില്ല, തിരിച്ചു വരുന്നു. അങ്ങനെ പിന്നെ അവസാനം വരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഈ നാട്ടുബോധ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പെമ്പിള്ളാർക്ക് അസമരം കൊണ്ടുപോകാത്തത് മരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് കൊണ്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു ദിവസം അമ്മ കയ്യിൽ അപ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം വിട്ട് ഈ ശ്വാസം വലിക്കാണ്, മരണ വെപ്രാളം എന്ന് പറയുമല്ലോ. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നു, അപ്പൂപ്പൻ വന്നു, അപ്പൂപ്പൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു, പെട്രോമാക്സ് ലൈറ്റ് എടുക്കാൻ. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുകൊണ്ടാണ് ലൈറ്റ് എടുക്കാൻ പറയുന്നത്. മണ്ണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ ആണല്ലോ അന്ന് ലൈറ്റ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എന്നെ കയ്യിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് നിലവിളിച്ചു, യേശുവേ എന്റെ കുഞ്ഞിനെ തിരികെ തരണമേ, എന്റെ കുഞ്ഞിനെ എടുക്കരുതേ എന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും, അമ്മ ഒരു ദർശനം കണ്ടു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അമ്മ ആദ്യമായി ദർശനത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കൺട്രോൾ വിട്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്നത് അമ്മ ഓർത്തില്ല, ആരോ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി അന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് ദൈവം എന്നെ വിടുവിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ എല്ലാ, എന്നാൽ ദൈവത്തിന് അറിയാമായിരുന്നു എന്നെ അന്ന് ആവശ്യമുണ്ടെന്ന്. ഇത് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ വിളി ഉണ്ടെങ്കിൽ, ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടെങ്കിൽ ജനനത്തിൽ തന്നെ നശിപ്പിക്കുവാൻ ശത്രുവായ സാത്താൻ നോക്കും. എന്നാൽ ജയം നമുക്ക് ദൈവത്തിനുള്ളതാണ്. ആരെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ. എണ്ണത്തിൽ ഒന്ന് പോലും കുറയാതെ ദൈവം ഇന്നുവരെയും ദൈവം നടത്തി. അതിനുശേഷം പല ഘട്ടങ്ങളിൽ എന്നെ നശിപ്പിക്കുവാൻ, എന്റെ വിശ്വാസത്തിൽ നിന്ന് ചോർത്തി കളയുവാൻ പല പരീക്ഷകൾ കടന്നു വന്നെങ്കിലും ഇന്നയോളം നിന്നതല്ല. അതാ ഞാൻ പറഞ്ഞത്, എന്റെ താഴ്ചയിലും എന്റെ വീഴ്ചയിലും എന്നെ കരം പിടിച്ചുയർത്തി. ഇന്നയോളം ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ദൈവം എന്നെ ആക്കിയതാണ്. എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ വിട്ട് പറയിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ മനുഷ്യരുടെ മുഖത്ത് നോക്കത്തില്ല, ഞാൻ പുറത്ത് വരത്തില്ല. ഞാൻ എപ്പോഴും റൂമിലിരിക്കുക, ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല. വീട്ടിൽ ആരെങ്കിലും വന്നാലും റൂമിലിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ
എനിക്ക് ചെയ്യുന്ന ജോലി ഭയങ്കര എന്താ വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. പെൺപിള്ളേരെ പഠിപ്പിക്കത്തില്ല, അക്ഷരം വായിക്കാൻ, ബസ്സിന്റെ ബോർഡ് വായിക്കാനൊക്കെ, അല്ലെ ബൈബിൾ വായിക്കാൻ മാത്രം പഠിപ്പിക്കുക 10ാം ക്ലാസ്. അതാണ് വീട്ടുകാരുടെ ഉദ്ദേശം, അങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ ഉദ്ദേശത്തിലാണ് അവരെന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്റെ ഒരു തീരുമാനം, പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. പഠിപ്പിക്കുന്നോ ഇല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല, പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കുക. പക്ഷെ വീട്ടിൽ എന്താവശ്യം വന്നാലും വീട്ടില് സ്കൂളിൽ വിടാതെ നിർത്തുന്ന എന്നെയാണ്, ആണല്ലോ മൂത്തത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നാല്, അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ സ്കൂളിൽ വിടത്തില്ല, ഞാനാണ് വീട്ടു ജോലി. എന്റെ ഇളയ ബ്രദർ 6ാമത്തേന് പ്രസവിച്ച് കിടക്കുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് എന്നെയാണ് സ്കൂളിൽ പോകാതെ നിർത്തിയിരുന്നത്. അങ്ങനെ അതുപോലെ വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം. അമ്മയ്ക്ക് അന്ന് നടുവേന് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അപ്പൊ അരച്ചു കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, അന്ന് തേങ്ങയില്ല, മുളകും മല്ലിയും മാത്രം അരച്ചിട്ട് അമ്മയ്ക്കല്ല. ഞാൻ 10ൽ പഠിക്കുമ്പോൾ എന്റെ വെയിറ്റ് 35 കിലോയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ എന്റെ വെയിറ്റ് എത്രയായിരിക്കും? എനിക്കത് പിടിക്കാൻ പോലും എത്തത്തില്ല. ഒരു പലക എടുത്തിട്ട് അതിന്റെ പുറത്തൊക്കെ തറയിലിരുന്ന് ആണ് അരയ്ക്കുന്നത്. അരച്ചു കഴിയുമ്പോൾ കൈ നീറിയിട്ട്, മുളക് വന്ന് കൈ നീറിയിട്ട് ഒരു മരവിച്ചട്ടി എന്ന് പറയും, ഇന്ന് എത്ര പേർക്ക് അറിയുന്നറിയില്ല, അതിൽ വെള്ളം എടുത്ത് വെച്ച ഈ വലത് കൈ അതിലോട്ട് ഇട്ടിട്ട് ഇടത് കൈ വെച്ച് ബുക്ക് പഠിക്കുന്ന. അത് 11 മണി, 9 മണിക്ക്, 8 മണിക്കാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലി പ്രയർ ആണ്. അതിനു മുമ്പ് അടുക്കള പണിയാണ്. സന്ധ്യയാകുമ്പോൾ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട് മക്കൾക്കെല്ലാം. സന്ധ്യ പ്രാർത്ഥന, ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ച ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സന്ധ്യയും കണ്ട ദൈവത്തെ ആ പാട്ടം നിന്ന് ആർക്കും അറിയത്തില്ല. എല്ലാം പാടി ഞങ്ങൾ 6 മക്കളും പായിട്ട് വിളക്ക് വയ്ക്കുമ്പോൾ ചിമ്മിനി കത്തിക്കും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 8 മണിക്ക് ഫാമിലി പ്രയർ ആണ്. ആ ഫാമിലി പ്രയർ ഒരു 1-1.5 മണിക്കൂർ അങ്ങ് നീണ്ടുപോകും. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞാനാണ് പാത്രങ്ങളെല്ലാം കഴുകിയെല്ലാം വെച്ച് കഴിയുമ്പോൾ 11-11:30 മണി കഴിഞ്ഞിട്ടാണ് പ്രിയ സഹോദരങ്ങളെ പഠിക്കാൻ തുടങ്ങുന്നത്. ഇന്നത്തെ മക്കളെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാതെ ഇരുത്തിയാലും പഠിക്കാൻ വയ്യ. എന്നാൽ അപ്പോഴെല്ലാം എല്ലാവരും ഓർക്കാണ്, എൻ്റെ അനിയത്തിമാരെ, ഞങ്ങൾക്ക് ഒരു റൂമിലാണ് ഞാനും ഞങ്ങള് 3 പെൺമക്കളും, 3 ആൺമക്കൾ വേറെ റൂമില്. അപ്പോൾ പായാണ്, അവരവിടെ തറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരും. പല പ്രാവശ്യം ഉറങ്ങി. എൻ്റെ മുടി കത്തിയിട്ടുണ്ട്, എൻ്റെ ബുക്ക് കത്തിയിട്ടുണ്ട്. പ്രാവശ്യം ഇങ്ങനെ ബുക്ക് കത്തി ആളിപ്പടന്ന് പ്രിയ സഹോദരങ്ങളെ. അന്നേരത്തേക്ക് ഞാൻ വേഗം ഈ ആളി കത്തുന്ന സൗണ്ട് കണ്ട് നോക്കുമ്പോൾ മൊത്തം ബുക്ക് കത്തുക. അവിടെ എല്ലാം പായയിലെല്ലാം തുണി കിടപ്പുണ്ട്, അനിയത്തിമാര് താഴെ കിടപ്പുണ്ട്. എന്റെ തലമുടി കത്തി. ദൈവകൃപയാൽ ദൈവം അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ പല സംഭവങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പഠിച്ചതാണ്. എന്നാൽ പഠിക്കാന് ആൺപിള്ളേരെ പഠിപ്പിക്കണമെന്ന് എൻ്റെ ഫാദറിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരെ കുഞ്ഞിലെ ട്യൂഷനൊക്കെ വിട്ടു. എന്നെ പഠിപ്പിക്കത്തില്ല, 10ാം ക്ലാസ് കഴിയുമ്പോൾ കെട്ടിച്ചു വിടണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. എന്നാൽ എനിക്ക് പഠിക്കാൻ ഇംഗ്ലീഷും മാത്സും ബുദ്ധിമുട്ടാണ്, ഒന്നും അറിയത്തില്ല. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിക്കും. ഇംഗ്ലീഷ് ഞാൻ എഴുതിയാ പഠിക്കുന്നത്. അന്ന് സ്ലേറ്റിൽ എഴുതി ഞാൻ പഠിക്കുമായിരുന്നു. 4 സ്പെല്ലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പോകും. മാത്സ് ഒന്നും അറിയത്തില്ല. അങ്ങനെ 7ാം ക്ലാസ്സിൽ ഞാൻ മാത്സിന് പഠിക്കുമ്പോഴും എല്ലാവരും ട്യൂഷന് പോകുന്നുണ്ട്. ഞങ്ങൾ അന്നത്തെ സാറ്, ഫാസി സാറ് പഞ്ചായത്ത് മെമ്പറാണ്. കുറെ ക്വസ്റ്റ്യൻ ഇങ്ങിട്ടിട്ട് സാറ് സർവേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ചെയ്തു വെച്ചേക്കും, എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ട് എനിക്ക് അറിയത്തില്ല. അതിന് ഭയങ്കരമായിട്ട് സങ്കടം വരും. അവരെല്ലാം ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു, എനിക്ക് അതിനുള്ള നിവൃത്തിയില്ല, സമയമില്ല, അതിന് താല്പര്യമില്ല, പൈസ ഇല്ല, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഓണപരീക്ഷയ്ക്ക് തോന്നുന്നു മാർക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് 7 മാർക്ക്, 50-നാണോ 25-നാണോ എന്ന് അറിയത്തില്ല. അല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക്, പിന്നെ ഫൈനൽ എക്സാമേ ഉള്ളൂ. ഞാൻ സങ്കടം കൊണ്ടിട്ട് ആ പേപ്പർ വലിച്ചു കീറി കളഞ്ഞു. അവിടെ നിന്ന് പേപ്പർ വലിച്ചു കീറി കളഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. എൻ്റെ ദൈവമേ, എനിക്ക് ബുദ്ധി തന്നെ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടി. 12ാം വയസ്സിലോ ദൈവകൃപയാൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു. അന്നു മുതൽ രാത്രിയും പകലും പോലെ വലിയൊരു വ്യത്യാസം എൻ്റെ സ്വഭാവത്തിലും. എൻ്റെ ഭയങ്കര ഒരു ഡിസിപ്ലിൻ ലൈഫായിരുന്നു എനിക്ക് അന്ന് മുതൽ ഞാൻ 1 മണിക്കൂർ ഇന്ത്യക്ക് വേണ്ടി, മറ്റു നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി സമയം എനിക്ക് പഠിക്കാനുള്ള, എന്നാലും ആ സമയത്ത് 1 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ പരീക്ഷ 1/2 മണിക്കൂറോ അത് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അതിനുശേഷം ഞങ്ങൾക്ക് അന്ന് ബൈബിളില്ല, ഒരു പഴയ നിയമം ഉള്ള ഒരു വലിയ ഫുള്ളായിട്ട് ബൈബിളുള്ള ഒരു ബൈബിളേ ഉള്ളൂ. അത് കീറി പറഞ്ഞൊരു ബൈബിൾ, അത് അപ്പൻ്റെ കയ്യിലിരിക്കും. ഞങ്ങൾക്കെല്ലാം ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗിദേൻസ് ബൈബിളാണ്. ആ ബൈബിൾ എപ്പോഴും എൻ്റെ ബുക്കിൽ കാണും. ഞാൻ എപ്പോൾ പഠിച്ചാലും അതിൽ നിന്ന് ഇച്ചിരി ഒരു വാചനം വായിച്ച് അത് കൈവച്ച് ഏത് ബുക്കെടുത്തും അത് കൈവച്ച് പ്രാർത്ഥിക്കും. മാത്രമല്ല, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ ബൈബിൾ കൂടെ കൊണ്ടുപോകും. ഞാനിങ്ങനെ ഡ്രില്ലിൽ പോകാൻ, എനിക്ക് എൻജോയ്മെന്റ് അങ്ങനെയൊന്നും അന്നേ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും യേശുവിനോട് കൂടെ ഇരിക്കാനും ബൈബിൾ വായിക്കാനും യേശുവിനെ കുറിച്ച് പറയാനൊക്കെയാണ് ഇഷ്ടം. എല്ലാവരും ഡ്രില്ല് വന്ന്
നടന്ന് കളിക്കാനൊക്കെ പോകുമ്പോഴും യൂത്ത് ഫെസ്റ്റിനൊക്കെ എനിക്ക് കാണാൻ പോകാനൊന്നും എനിക്കല്ലൊന്നും എൻജോയ്മെന്റ് ഇല്ല. എന്റെ ദൈവമായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ എൻജോയ്മെന്റ്. അങ്ങനെ ഡ്രില്ലിനൊക്കെ അവരെല്ലാം കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്തു വെച്ച് എല്ലാവർക്കും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. മാത്രമല്ല അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിശ്വാസം കണ്ടാണ് വളർന്നത്. ഏത് രോഗം വന്നാലും പ്രാർത്ഥിക്കുക. മാത്രമല്ല അടുത്തുള്ളവർക്കൊക്കെ എന്ത് അസുഖം വന്നാലും അവരിവിടെ കൊണ്ടുവരും പ്രാർത്ഥിക്കാനായിട്ട്. അവർക്കും അറിയാം നമ്മൾ പ്രാർത്ഥിച്ച വിടുതലാണെന്നുള്ളത്. ചിലപ്പോൾ മാതാപിതാക്കൾ ഇല്ലെങ്കിലും ഞങ്ങൾ 6 പേര് അന്ന് പനയോല പായാണ് ആ പായ ഇട്ടിട്ട് മുട്ടുകുത്തി നമ്മൾ 6 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരുടെ അസുഖം എന്തായാലും തലവേദനയാണോ വയറുവേദന എന്തായാലും പ്രാർത്ഥിക്കുന്നു. പ്രിയസരോട് അപ്പോഴങ്ങ് വിടുതലാണ്. അത് ഭയങ്കര അത്ഭുതമാണ്. ആ ഒരു വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നമ്മുടെ ഗ്രാമർ വലിയ നീട്ടി പ്രാർത്ഥനയൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾ അതല്ലേ കണ്ട് വളരുന്നത്. ഇപ്പൊ ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന എന്തിനാ? തലവേദന മാറും എന്ന് വിശ്വസിച്ച് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും അങ്ങനെ അത്ര ഒരു വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പാരസെറ്റമോൾ കഴിച്ചിട്ട് തലവേദന മാറിയോ എന്ന് ആരിങ്ങനെ ചിന്തിക്കുവോ? ഇല്ല, അത് മാറും എന്നങ്ങ് ഉറച്ചാണ്. ആ പാരസെറ്റമോളിലുള്ള വിശ്വാസം ഇന്ന് ദൈവത്തിൽ ഇല്ല പ്രിയരെ. ഡോക്ടറിലുള്ള വിശ്വാസം ഇന്ന് ദൈവത്തിൽ ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് വിടുതലാണ്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ കുഞ്ഞു കാര്യത്തിന് പോലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് സ്ലേറ്റ് പെൻസിൽ, ഒരു കുഞ്ഞു മുറി പെൻസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ പെൻസിൽ കളഞ്ഞു പോയ പിന്നെ പെൻസില് യേശുപ്പ എനിക്ക് പെൻസിൽ തരണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മണലിലൊക്കെ നോക്കി ദാ കിടക്കുന്ന പെൻസിലോ. പിന്നെ അങ്ങ് കുറെ നന്ദി പറ, 1000 നന്ദി എന്നങ്ങ് കൊടാകൊടി നന്ദിയല്ല, ഇങ്ങനെ വിരൽ യേശുവിനെ നന്ദി 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 ഇങ്ങനെ 100 പ്രാവശ്യം ഇങ്ങനെ വിരൽ മടക്കി ഒക്കെ പറയും. പിന്നെ ഇങ്ങനെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും. ഇപ്പൊ എല്ലാം പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഓടുന്ന പോക്കില് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് ഞാൻ പഠിച്ചത് തന്നെ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓടും. അവിടെ ചെല്ലുമ്പോ പഠിച്ചത് തന്നെ ചോദിക്കും. ഇതൊക്കെ ലാസർ ഉയർക്കുന്ന സന്തോഷമാണ്. അങ്ങനെ എന്റെ ചെറിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതിന് കുറെ നന്ദി പറയും. ഓരോ കുഞ്ഞു കാര്യത്തിന് നന്ദി പറയും. ഞാൻ പറഞ്ഞല്ലോ, പുല്ല് പറിക്കാൻ പോകും. പുല്ല് പറിക്കാൻ പോകുമ്പോ ചില പശുവാണ്, എല്ലാ പുല്ലും കഴിക്കത്തില്ല. എരുമയാണെങ്കിൽ വെള്ളത്തിലൊക്കെ കഴിക്കും. അപ്പൊ ചില സമയം പുല്ലൊന്നും കിട്ടത്തില്ല. പക്ഷെ അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വഴക്കുറെ അടിക്കും ഒക്കെ ചെയ്യും. അപ്പൊ ചിലപ്പോ പുല്ല് കുറഞ്ഞാലും അടിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറിച്ചോണ്ട് വരും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം ആ പശുവിന് പുല്ലെടുത്തിട്ട് കൊടുക്കും. മാറി നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ പശു പുല്ല് തിന്നണേ, പശു പുല്ല് തിന്നണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പശു പുല്ല് തിന്നുന്നു. അതിന് ദൈവത്തിന് നന്ദി. അങ്ങനെ എന്ത് ചെറിയ കാര്യത്തിനും കർത്താവിന് നന്ദി അല്ലാതെ ഒന്നും പറയുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുപോലെ ചിലപ്പോ എല്ലാ നിസ്സാര കാര്യത്തിലും ചോറ് വെക്കാനൊന്നും അറിയത്തില്ല, വെന്തോന്ന് നോക്കാൻ അറിയത്തില്ല. 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. അപ്പൊ ഇങ്ങനെ ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോ അത് കല്ലുപോലെ ഇരിക്കും. പിന്നെയും തിളപ്പിക്കും. അപ്പൊ അവസാനം നോക്കുമ്പോ വെന്ത് പോകും. എന്റെ ഫാദറിന് കൂടുതൽ വെന്ത് പോകാൻ പാടില്ല, വേഗാതിരിക്കാൻ പാടില്ല, എരി കൂടാൻ പാടില്ല. ഭയങ്കര ഒരു സ്ട്രിക്റ്റ്. അപ്പൊ ഞാൻ ഓർക്കും ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് എന്റെ അപ്പൻ നല്ല എന്ന് പറയണേ, ഒരു കുറ്റവും പറയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി ഒന്നും പറഞ്ഞില്ല. അപ്പോഴതിന് ഒത്തിരി നന്ദി. ഇങ്ങനെ എന്റെ അനുഭവം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ പുല്ല് പറിക്കുമ്പോഴെല്ലാം ടീച്ചേഴ്സ് സ്കൂളിന്റെ അറ്റത്തൊക്കെ പോയി പഠിക്കും. ടീച്ചേഴ്സ് വരുമ്പോൾ ഞാൻ ഒളിച്ച് നിൽക്കാറുണ്ട്. അതെല്ലാം പഠിക്കാനുള്ളതെല്ലാം ഞാൻ പേപ്പറിൽ ഇങ്ങനെ കയ്യിൽ എഴുതിക്കൊണ്ട് പോയാണ് പുല്ല് പറിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് പഠിക്കാൻ സമയമില്ല, ഒത്തിരി പഠിക്കാനുണ്ടല്ലോ, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണം. 7ാം ക്ലാസ്സില് പിന്നെ ഉപ്പുമാവ് മേടിച്ചോണ്ട് വന്ന്, ഈ അരുവിയുണ്ട്, ഉറവ എന്ന് പറയാം, അവിടെ നിന്ന് ഇങ്ങനെ കുമ്പളയായിട്ട് വെള്ളം വരുന്നിടത്ത് രാവിലെ കൂട്ടി ഈ ഉപ്പുമാവും ആ പച്ചവെള്ളവുമാണ് കുടിക്കുന്നത്. ഒരസുഖവും വന്നില്ല, ഒരു വയറ്റിളക്കവും വന്നിട്ടില്ല. നമ്മൾ കൂടെ ഒരു വൃത്തിയൊക്കെ നോക്കി. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പച്ചവെള്ളം കൊടുക്കും, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഞങ്ങൾ തണുപ്പിച്ചൊക്കെ കൊടുക്കുന്നത്. അന്ന് അങ്ങനെയൊന്നും അല്ല. എല്ലാ ആരോഗ്യവും രോഗസൗഖ്യവും ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എന്നാണ് ഞാൻ ഇതിന്ന് പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ ശ്രീചിത്ര 33 വർഷത്തോളം ആകുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തെ തന്നെയാണ്. ഞാൻ മരുന്ന് കൊടുക്കാൻ വിടുതലാകുമായിരിക്കും, പക്ഷേ ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ദൈവത്തിന്റെ വലിയ വിശ്വാസത്തിൽ വളരുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാവരും ആരാധനയ്ക്ക് വലിയ സ്ഥാനമായിരുന്നു. ഇത്രയൊക്കെ ഒന്നും ഇല്ലെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം. നമ്മൾ ദശാംശം കൊടുക്കുന്നു. ഒരു പ്രാവശ്യം ദശാംശം കൊടുക്കുന്നതിൽ എന്തോ ഒത്തിരി കടമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒത്തിരി നിലം വാങ്ങി, വസ്തു വാങ്ങി, വീടൊക്കെ വലുതാക്കി. അതെല്ലാം ലോൺ എടുത്തിട്ടാണ്. പക്ഷെ ഒത്തിരി കടം ഉണ്ടായിരുന്നപ്പോൾ ആ ലോൺ അടയ്ക്കണം എന്നുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ദശാംശം കൊടുത്തില്ല. പക്ഷെ അപ്രാവശ്യമാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഹോസ്പിറ്റലായത്. എല്ലാവർക്കും മീസിൽസ് വന്നു. അല്ലാതെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് നേഴ്സിനെ കാണുന്നത്. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. അല്ലാതെ ഹോസ്പിറ്റലിൽ പോയതായിട്ട് ആ കാലത്തൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന 1 മണിക്കൂർ നടന്നു പോണം, ആഴാകുളത്ത് പോണം. എൻ്റെ വീട് പീച്ചോട്ട് പോകണമാണ്. അത് വെറുതെ രാവിലെ എല്ലാ പണിയും ചെയ്ത് തീർത്ത്, ആടുണ്ട്, പശുവുണ്ട്, ഇതിനെല്ലാം വെള്ളം കൊടുക്കണം, ആഹാരം കൊടുക്കണം, വേവിച്ച് വെക്കണം. അന്ന് വിറകില്ല. ഞാൻ പച്ച പ്ലാവല പറക്കി ഉണക്കിയിട്ട് വേണം
ഇത് കത്തിക്കാന്. സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് അനിയത്തിമാർക്കെല്ലാം ഇങ്ങനെ ഡിവൈഡ് തരും. എനിക്ക് മരച്ചിന് വേവിക്കാൻ ഡെയിലി മരച്ചിനാണ്. എൻ്റെ അപ്പം മരച്ചിനില്ലാതെ കഴിക്കത്തില്ല. അതിങ്ങനെ നന്നായിട്ട് ഉടയണം. നന്നായിട്ട് ഉടയണമെങ്കിൽ നന്നായിട്ട് വേകണം. എത്ര വേകാത്ത കപ്പയും നന്നായിട്ട് വേവിച്ചാൽ അത് രണ്ട് വെള്ളം ഒത്തിരി ഊറ്റിട്ട് ഒത്തിരി വേവിച്ചാൽ അത് ഉടയും. അങ്ങനെ വേണം. അങ്ങനെ വേണമെങ്കിൽ നന്നായിട്ട് തീ കത്തിയാലേ പറ്റത്തുള്ളൂ. ഗ്യാസ് പോലെയല്ല, എല്ലാ സൈഡും ഒരുപോലെ കത്തിയില്ലെങ്കിൽ ഒരു സൈഡ് വേഗത്തില്ല. പിന്നെ അത് എത്ര നമ്മൾ ഉടച്ചാലും ഉടയത്തില്ല. അങ്ങനെ എനിക്ക് കപ്പ വേവിക്കാൻ, അനിയത്തിക്ക് കഞ്ഞി വേവിക്കാൻ ഇങ്ങനെ എല്ലാം ഡിവൈഡ് തരും. അത് വിറകില്ല, പോയി പ്ലാവില വിറക്കി ഉണക്കിയാണ് കത്തിക്കാനാ. ഇന്ന് നമ്മുടെ മക്കളെ കത്തിക്കും, എന്ത് നമ്മുടെ തുടിയിലൊക്കെ കത്താം അല്ലെ. പക്ഷെ അന്ന് അങ്ങനെ ഒരു പേടിയില്ല. എനിക്ക് തോന്നുന്നു എന്തൊരു വിശ്വാസം, എന്തൊരു ധൈര്യമായിരുന്നെന്ന് ഓർക്കും. അതുപോലെ അപ്പനൊക്കെ ഞങ്ങളെ ഞായറാഴ്ച കൊണ്ടുപോകത്തുള്ളൂ, ഇത്രയും ദൂരെ പോകണമല്ലോ. രാത്രിയൊക്കെ പോകുമ്പോൾ ഞങ്ങളെ ഈ 6 മക്കളെ ഒരു കുട്ടിയെ വെക്കാനേ ഉള്ളൂ, 1.5 വയസ്സ് 2 വയസ്സ് വ്യത്യാസം. നിങ്ങൾ 6 മക്കളെയും കൂടെ ഇട്ടിട്ട് അവരങ്ങ് പോവുക. ചിമ്മിനിയാ കയ്യിലിരിക്കുന്നത്. അവിടെ എങ്ങാനും വീണ് കത്തിയാ പോയില്ലേ. വീട് ഓല കെട്ടിയ വീടാണ്, ഓല കുത്തിമറച്ച വീടാണ്. ഇതൊന്നും ഒരു പേടിയില്ല. എല്ലാം ദൈവത്തിന്റെ കരങ്ങളേൽപ്പിച്ച് ആർക്കും ഒന്നും പറ്റിയിട്ടുമില്ല പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഞായറാഴ്ച നടന്നു പോകുമ്പോൾ വെറുതെ നടന്നാ പോരാ, എനിക്ക് ഇളയ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് വേണം നടക്കാൻ. ആകെ എന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ. അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു, സോറി, ഒരു കുഞ്ഞിനെ കൈ പിടിക്കുന്നു, സാരി പിടിക്കുന്നു, ഇങ്ങനെ നടന്നു പോകുന്നു. മഴ പെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വരമ്പ് കാണത്തില്ല, വരമ്പെല്ലാം ഇടിഞ്ഞു പോകും. എത്രയോ പ്രാവശ്യം വയലിൽ വീണിട്ടുണ്ട്. വയലിൽ വീണ് നനഞ്ഞു കുതിർന്ന് പിന്നെ വീട്ടിൽ വന്നാലും വേറെ മാറ്റാനില്ല. ആ നനഞ്ഞത് അടുത്ത തോടുണ്ട്, അവിടെ പോയി കഴുകിയിട്ട് നനഞ്ഞ ഡ്രസ്സോടെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ മഴയാണെന്ന് പറഞ്ഞ് പോകാതെ ഇരുന്നിട്ടില്ല. അന്ന് കൊടയില്ല. ഈ മാറെന്ന് വെച്ചാൽ ചേമ്പല പോലത്തെ അതിങ്ങനെ തോട്ടിന്റെ കരയിലൊക്കെ നിൽക്കും. അത് പറിച്ച് തലയിൽ വെച്ചിട്ടാണ് ഈ പോകുന്നത്. ഇച്ചിരിയൊക്കെ തല നനയാതിരിക്കുമായിരിക്കും, എന്നാലും നനഞ്ഞ ഡ്രസ്സോടെ ആരാധിക്കും. ആരാധിക്കുന്നതിന് സമയമില്ല പ്രിയ സഹോദരങ്ങളെ. ഞായറാഴ്ചയാണല്ലോ ആർക്കും അന്ന് ജോലിയൊന്നും ഇല്ലാതുകൊണ്ട് 2 മണി 2:30 മണി വരെ ഒരാരാധന. അതൊരു സന്തോഷമാണ്. എൻ്റെ അപ്പന് ജോലി ഉണ്ടായിരുന്നു പിന്നീട്, എന്നാൽ അപ്പന് ഞായറാഴ്ചയാണ് തിരിച്ചു വരുന്നത്. ഈ വെയിലത്ത് 2 മണി 2:30 മണിക്ക് 1 മണിക്കൂർ നടന്നു വരുന്ന ഒരു കാര്യം ഓർത്ത് നോക്കി. പൈപ്പിലെ വെള്ളം അന്നിങ്ങനെ നമ്മൾ പൊക്കുമ്പോഴത്തേക്ക് മൊത്തം ചീറ്റ് വരുന്ന വെള്ളം, അങ്ങനത്തെ പൈപ്പായിരുന്നു. മൊത്തം നനയും, എന്നാൽ അത് കുടിക്കും. പിന്നെ ഇടയ്ക്കൊരു തട്ടുകട എന്ന് പറയുന്നുണ്ട്. അവിടെ വരുമ്പോ എൻ്റെ ഇളയ ബ്രദർ പറയും, എനിക്ക് നാരങ്ങ വെള്ളം ദാഹിക്കുന്നെന്ന് പറയും. പക്ഷെ ചിലപ്പോഴൊക്കെ വായിക്കും, ചിലപ്പോഴും പൈസ ഇല്ല. എന്നാൽ അത്രയും നടന്നു വരുമ്പോൾ 3-3:30 മണിയാവും. അങ്ങനെ ആരാധിച്ചൊരു ഗമൻ. രാത്രിയാണെങ്കിൽ ഓല ഇങ്ങനെ ചൂട്ട് കെട്ടി ആട്ടി ആട്ടിയാണ് പോകുന്നത്. ഫാസ്റ്റിംഗ് പ്രയറൊക്കെ. ഇന്നത്തെ പോലെ ഒരു ആരാധന വേണമെങ്കിൽ വർഷത്തിൽ 3 ദിവസം ഒരു എന്താ ഞാൻ പറയേണ്ടത്, കൺവെൻഷൻ ഇങ്ങനെ നോക്കിയിരിക്കണം. അന്നാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ മൈക്കിലൂടെയൊക്കെ പ്രാർത്ഥന. അത് തീരുമ്പോൾ ഞാൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒത്തിരി സൗകര്യം കൂടിപ്പോയി. എന്നും ആരാധനയാണ്. ഞാൻ ഓർക്കുമ്പോ ഞങ്ങളുടെ ചർച്ചിലെ സുരേഷ് ബാബു ബ്രദറിന്റെ ചർച്ചിലാണ് ഞാൻ പോകുന്നത്. എന്ത് നല്ല ആരാധന, ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ച വർഷങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ആരാധന എന്ന് പറയുന്നത് ഞാൻ അതുപോലെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവ ഭയത്തിലാണ് ദൈവമക്കളെ മാതാപിതാക്കൾ വളർത്തിയത്. അതുപോലെ ആരാധിക്കാൻ എല്ലാവരും ആ ഒരു ദൈവ ഭയത്തിൽ തന്നെ വളരുവാൻ ദൈവം കൃപ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിക്കത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞെങ്കിലും ദൈവകൃപയാൽ എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ടെത്തിച്ച അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത് അടുത്ത ദിവസം പറയാമെന്നാലും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യണം എന്ന് തന്നെ എൻ്റെ യേശു പരിശുദ്ധാത്മ പ്രാപിച്ച അന്ന് മുതൽ എനിക്ക് സുവിശേഷം പറയണം, എനിക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എല്ലാവരും ഈ യേശുവിനെ അറിയണം, എനിക്ക് ട്രാക്ട് കൊടുക്കണം, എനിക്ക് ട്രാക്ട് എവിടെയെങ്കിലും കാർക്കയിലൊക്കെ കൊടുക്കും. ഈ വണ്ടികൾ കാറൊക്കെ ഇട്ടേക്ക് നിർത്താൻ എൻ്റെ വൈപ്പറിൽ കൊണ്ടുവെക്കും, ഓട്ടോയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടും. നേരിട്ട് കൊടുക്കാൻ പേടിയാണ്. പിന്നെ ബസ്സിലൊക്കെ ഇരുന്നാൽ അത് വലുതായി കഴിഞ്ഞ ബസ്സിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ട്രാക്ട് ഇങ്ങനെ വെച്ചേക്കും. അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ അടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പോകും. അല്ല കടകളിലൊക്കെ ഇങ്ങനെ ആരും കാണാതെ വെച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ ഞാൻ ചർച്ച് നമ്മുടെ കോമ്പൗണ്ടിലാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഞാൻ തൂത്തുവാരുന്നൊക്കെ ഞാനായിരുന്നു. സൺഡേ ഒക്കെ തൂത്തുവാരിയിട്ട് പ്രിയ സഹോദരങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മുട്ടുകുത്തിയിരുന്നേമേ ആത്മാക്കളെ കൊണ്ടുവരണേ, ഇന്ന് വരുന്ന എല്ലാവരെയും ദൈവാഭിഷേകത്താൽ നിറയ്ക്കണമേ, എല്ലാവരും രോഗികൾ സൗഖ്യമാകണം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ വ്യക്തമായിട്ട്. അന്ന് ആരും കണ്ടിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ പോലും അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ദൈവമുണ്ട്. അതുപോലെ ഞായറാഴ്ച മീറ്റിങ്ങിന്റെ തലേ ദിവസം ശനിയാഴ്ച ചിലപ്പോൾ ഉറങ്ങാതെ
കിടക്കാതെ ഉറങ്ങിപ്പോകും. എന്നാൽ ഞാൻ കിടന്നുറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. മുറ്റത്ത് സൺഡേത്തെ മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ അന്നത്തെ മെസ്സേജിന്റെ വചനമൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് കുറെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പെട്ടെന്ന് അയ്യോ ഉറങ്ങിപ്പോയി, എന്നാലും വാശി കിടക്കത്തില്ല, ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, പിന്നെ ഉറങ്ങിപ്പോ. അങ്ങനെ കിടക്കാതെ നേരം വെളുപ്പിച്ച രാത്രികളുണ്ട്. അന്നേരം എന്റെ ബ്രദർ പറയും, ഇങ്ങനെ ഇരുന്നുറങ്ങി പ്രാർത്ഥിച്ചാ ദൈവം കേൾക്കത്തില്ല, എനിക്കെല്ലാം കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് പ്രാർത്ഥിക്കും. ഉറങ്ങിയ പിന്നെ എണീറ്റിട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഓർക്കില്ല, എന്റെ ഹൃദയം ദൈവം കാണുന്നത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, എനിക്കൊരു ദാഹം ഉണ്ടല്ലോ, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന പ്രിയസഹോദരൻ. നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അതിനെ മാനിക്കും. നമുക്ക് കഴിവില്ലാഞ്ഞിട്ട് അന്ന് കഴിവല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ആഗ്രഹമുള്ളവരെ ദൈവം അതിലെത്തിക്കും എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ ഇവിടെ പഠിക്കാൻ പോയപ്പോഴെല്ലാം അങ്ങനെയാണ്. എന്നാ 10ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ടും പിന്നെ കോളേജ് വിടത്തില്ല എന്നായി. എന്നിട്ട് ഞാൻ ഒരിക്കലും എന്റെ പാരന്റ്സിന് എതിരായിട്ട് പറഞ്ഞിട്ടില്ല, ഇല്ല എനിക്ക് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ, യേശുപ്പാ എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ജോലി വേണം. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെടുകയാണ്. അന്ന് ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പാട് എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി വരുന്നില്ലല്ലോ. അവർ ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം കൊടുക്കുന്ന അവർക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിനും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ എന്റെ പാരന്റ്സിനോട് പറയുള്ളൂ. അതെന്റെ അപ്പൻ എപ്പോഴും പറയും. ഇന്തോനേഷ്യയിൽ പഠിക്കുമ്പോഴൊക്കെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ധനമുള്ളവരാണ്, അവർക്ക് മാറി മാറി ചുരിദാർ യൂണിഫോം ഒക്കെ ഉണ്ട്. ഞാൻ ഒരു യൂണിഫോം ആയിട്ട് നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. 4 വർഷം കഴിഞ്ഞ് പഠിച്ചപ്പോൾ അതേ ഒരു യൂണിഫോം ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അതൊന്നും പറയത്തില്ല. എന്നാലും ഫീസ് സ്കോളർഷിപ്പ് വാങ്ങിയാണ് പഠിച്ചത്. എന്നാലും SB ഒക്കെ വേണമായിരുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ എപ്പോഴും വീട്ടിലോട്ട് ലെറ്റർ അയക്കുന്നത്. അതുകൊണ്ട് അപ്പം പറയും, എത്ര ഇല്ലെങ്കിലും ഗിരിജയ്ക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മറിക്കാൻ ദൈവം ചെയ്യും. കാരണം എന്തെന്നറിയോ, ഞാൻ എന്റെ ആവശ്യം പറയാൻ എന്റെ അപ്പൻ, എന്റെ ഈ സ്വർഗത്തിലെ അപ്പൻ തന്നെയാണ്. അല്ലാതെ ഈ ലോകത്തിലെ അപ്പന് പറയുന്നതിനേക്കാൾ അവർക്ക് പരിമിതിയുണ്ട്. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും കഴിയില്ലായിരിക്കും. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പന് കഴിയാത്തത് ഒന്നുമില്ല. ഒന്നാം സ്ഥാനം നാം ദൈവത്തിന് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ പ്രവർത്തിക്കാൻ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. എനിക്ക് എപ്പോഴും ഒരാഗ്രഹമാണ്, എന്റെ ദൈവത്തിന്റെ ജീവനേക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്നത്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും എന്റെ ദൈവത്തോട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കുന്നത്. റോമർ 8:28 ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എന്റെ ജീവിതത്തിലെ വചനമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെന്ന്? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ സ്വന്തം അമ്പലങ്ങളും ആൽത്തറയൊക്കെ ഉണ്ടായിരുന്ന മാതാപിതാക്കളെ രക്ഷിക്കപ്പെടുത്തി അവരിൽ നിന്ന് ജനിക്കുവാൻ ദൈവം മുന്നമേ നിർണയിച്ച് അങ്ങനെ നിർണയിക്കപ്പെട്ടവളാണ്. പിന്നെ ഞാൻ 100% ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ ജീവനേക്കാൾ ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, എന്റെ കുടുംബത്തിൽ കടന്നു വരുന്നത്, എന്റെ തലമുറകളിൽ കടന്നു വരുന്നത് എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്, ദൈവം അനുവദിച്ചിട്ടാണ്. ഇൻ കേസ് ശത്രുവല്ല തിന്മയ്ക്കായി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. യോസഫിന്റെ അനുഭവത്തിൽ നാം അത് കണ്ടതാണ്. എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയരെ, മരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മഹത്യ ചെയ്യാനല്ല, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ 2 പ്രാവശ്യം ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. എന്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ പൊതിഞ്ഞ് എന്റെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, യേശുപ്പച്ചത് നിന്റെ കുഞ്ഞുങ്ങളാണ്, നീ വളർത്തിക്കോ, എന്നെ ഇന്ന് രാത്രി എനിക്ക് എന്റെ യേശുപ്പന്റെ അടുത്ത് വരണം. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എല്ലാം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ കേട്ടിട്ടില്ലെങ്കിൽ എന്റെ പിന്നെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, അത് ഞാൻ വിശ്വസിക്കും. എന്നാൽ ഈ വിഷയം പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോ ഞാൻ ഓർക്കുകയാണ്, ഞാൻ സ്വർഗത്തിലാണ്. ഇല്ല പ്രിയ സഹോദരൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ദൈവത്തിന് ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ കിടക്കുമ്പോൾ ദൈവം അങ്ങനെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സുരേഷ് ബാബു ബ്രദറിന്റെ ചർച്ച വന്നപ്പോൾ ബ്രദർ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, മരിക്കാനായിട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കത്തില്ല. കാരണം മരിക്കാൻ പ്രാർത്ഥിച്ച ഏലിയാവും ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രിയ സഹോദരൻ, വചനം ഞാൻ എനിക്കുള്ളതെന്ന് കണ്ട ഞാൻ 2 കൈ ഉയർത്തി ആമേൻ ആമേൻ ആമേൻ, ഞാനത് വിശ്വസിക്കുന്ന റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം എന്ന് പറഞ്ഞ ഞാനത് ഏറ്റെടുക്കുമായിരുന്നു. അന്ന് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയും, ആ പ്രവചനം, ആ പ്രസംഗം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി. എങ്ങനെയെന്നറിയാവോ? 2014 ജനുവരി 1-ാം തീയതി, അതായത് 2013 ഡിസംബർ 31 ആ ലാസ്റ്റ് നൈറ്റ് പ്രയറിൽ എന്റെ ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്തു. വിശ്വാസം. ഇന്ന് ഇന്റർനാഷണലി ആ ബുക്ക് അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മരിച്ചാലും എന്റെ പേര് മരിക്കത്തില്ല, എന്റെ ബുക്ക് അവിടെ കിടക്കും. ഇന്ന് 18 ബുക്ക് എഴുതാൻ ദൈവം കൃപ തന്നു. അങ്ങനെ പല ശുശ്രൂഷയിലൂടെ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല,
ജോലി ചെയ്യുവാനും ദൈവത്തിന്റെ വലിയ കൃപ പ്രിയരെ. എല്ലാവരും ചോദിക്കും ഗിരിജസ്റ്റ് എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര അതിശയമായിട്ട് ചോദിക്കും, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടോ ശ്രീ ചിത്രയില അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല, നൈറ്റ് ഡ്യൂട്ടിയാണ്, 1 മണിക്കൂർ റെസ്റ്റ് ഇല്ല, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. എന്നിട്ട് ഇതങ്ങനെ ഞാൻ പറയും പൗലോസ് പറഞ്ഞതുപോലെ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാനാണ് ഇത് ചെയ്യുന്നത്. ഈ ബുക്ക് എഴുതാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്താൽ ഞാൻ മലയാളത്തിൽ എഴുതിയ ബുക്ക് എഴുതാൻ ഞാൻ വലിയൊരു വില കൊടുക്കേണ്ടി വരും. വലിയൊരു ഡിപ്രഷന്റെ ആഴത്തിലോട്ട് പോയിട്ട് അതിൽ നിന്നാണ് ഞാൻ പൊങ്ങി വന്ന ഒരു ദൈവം ഒരു എഴുത്തുകാരിയായി ദൈവനെ കൊണ്ടുവന്നു. അല്ലെ, ഒരു വില കൊടുക്കാതെ ഒരിക്കലും നമുക്കൊന്നും നേടാൻ കഴിയില്ല. എല്ലാവർക്കും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, പ്രവർത്തിക്കണം. അവരെല്ലാം ചിന്തിക്കുന്ന ബുദ്ധിപരമായിട്ട് ശാസ്ത്രമായിട്ട് പറയുമ്പോൾ അല്ല. ഈ ലോകം, ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കണമെങ്കിൽ എത്ര വില കൊടുക്കണം, എത്ര പെയിൻ ആണെന്നറിയാവോ? ലേബർ പെയിൻ ആണ് ഏറ്റവും വലിയ പെയിൻ. അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ഒരു പക്ഷേ 20, 25 അല്ല 30 വയസ്സ് വരെ നമ്മുടെ കീഴിൽ അവർ കാണത്തുള്ളൂ, അല്ലെ? മാരേജ് കഴിഞ്ഞ് അവർ പോകുന്നുണ്ട്. എന്നാൽ അത്രയും വർഷം വളർത്തുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും വേദന സഹിക്കാൻ എല്ലാ അമ്മമാരും തയ്യാറാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ എത്ര ട്രീറ്റ്മെന്റ്, എത്ര ലക്ഷം രൂപയാ ചെലവാക്കി ട്രീറ്റ്മെന്റിന് വേണ്ടി ഇറക്കുന്നത്. മാത്രമല്ല 10 മാസം 9 മാസവും ബെഡേ കിടന്ന് റെസ്റ്റ് എടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ഒരു ആത്മാവിന്റെ കുഞ്ഞ്, ഒരു ആത്മീയ ശിശുവിനെ ജനിപ്പിക്കാൻ ഒരു വിലയും കൊടുക്കണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല പ്രിയ സഹോദരങ്ങളെ. എന്നാൽ അതിന്റെ വില എന്ന് പറയുന്ന സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. 20 വയസ്സോ 30 വർഷമോ അല്ല, ആ നിത്യതയിൽ അവരെ എത്തിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് നാം അനേകം ആത്മാക്കളുടെ മാതാക്കളായി, അനേകം ആത്മാക്കളുടെ പിതാക്കളായി തീരുവാൻ നമുക്ക് അനേക ആത്മീയ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ദൈവം അതാണ് നമ്മെ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുവാനും നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. എന്തിനാണെന്നറിയാവോ? നാം പോയി ഫലം കായ്ക്കേണ്ടതിനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി വെച്ചിരിക്കുന്നു. അനേക ഫലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒരു ഫലമാണ് നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ ആത്മീയ സന്തതികൾ. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാം വെറും കൈയോട് പോകുവാൻ ഇടയാക്കരുത്. ചില കതിരുകളുമായി, ചില കറ്റുകളുമായി കർത്താവിനെ എതിരേൽക്കുവാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറയുന്നതായിരിക്കും, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രവചിക്കാൻ അറിയത്തില്ല. പ്രിയ സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ശുശ്രൂഷ തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഞങ്ങളുടെ പാസ്റ്റർ കൺവെൻഷൻ വരുന്നതിന് മുമ്പ് അവിടെ പോയി കസേരകളൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുക, ആ ഗ്രൗണ്ടിൽ നടന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പാസ്റ്റർ മെസ്സേജിന് പോകുമ്പോൾ, പ്രസംഗത്തിന് പോകുമ്പോൾ ആ സമയത്ത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. മറ്റു ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. അത് മറ്റാരും അറിയുന്നില്ലായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം എന്തെങ്കിലും പുറത്തു കൊണ്ടുവരും. ഒരിക്കലും ഞാൻ പുറത്തു വരുവാൻ ആഗ്രഹിച്ചല്ല. എന്നെ പറയും, പേര് വേണ്ട, പ്രശസ്തി വേണ്ട, മൈക്ക് വേണ്ട, എന്നെ ആരും അറിയണ്ട. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാം. വീട്ടിൽ ആരെയും വന്നാൽ പോലും ഞാൻ പുറത്ത് ഇറങ്ങത്തില്ല. ആരും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങും. അന്ന് എന്റെ ഫാദറോ മദറോ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയും. അതേ ഒരു അനുഭവത്തിലായിരുന്നു. അതുപോലെ നേഴ്സിങ്ങിന് അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരിക്കലും ഒരു യൂത്ത് മീറ്റിങ്ങിന് ഒരു ഉപന്യാസം എനിക്ക് വായിക്കാൻ തന്നു. 50 പേരെങ്ങാണ്ടേ ഉള്ളൂ. അവിടെ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്നാൽ മതി, പാസ്റ്റർ ഫേസ് നിന്നാൽ മതി, ഓഡിയൻസിനെ ഫേസ് ചെയ്യുക പോലും വേണ്ട. എന്നിട്ട് ഞാൻ എഴുതി വായിച്ചാൽ മതി. നോക്കി, എന്നിട്ട് പോലും ധൈര്യമില്ലാതെ ഞാനത് 2-2.5 വർഷം എങ്ങനെയോ ഉഴപ്പി നടന്നു. എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഡ്യൂട്ടിയൊക്കെ ആ സമയത്ത് ഡ്യൂട്ടി എടുത്തോ എന്തോ ആണ്. പക്ഷെ അത് ദൈവം തന്ന ഒരു വെളിപ്പാടായിരുന്നു. അതെനിക്ക് വായിക്കാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാകാൻ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാണ്. 1994 ദൈവം തന്ന ഒരു വെളിപ്പാടാണ്. അത് പിന്നത്തേതിൽ ഒരു ബുക്കായി. എന്നാലും അത്രത്തോളം ഒട്ടും ഞാൻ പുറത്തു വരാൻ ആഗ്രഹിക്കാത്താണ്. ചില വർഷങ്ങൾ മുമ്പ് വരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് സ്റ്റേജ് വേണ്ട, മൈക്ക് വേണ്ട, എന്നെ ആരും അറിയണ്ട, എനിക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ശുശ്രൂഷ എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം പരിശുദ്ധാത്മ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കരുത്. ദൈവം തരുന്ന മാന്യതകൾ, ദൈവം തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. അങ്ങനെ ഞാൻ ദൈവത്തെ പരിശുദ്ധാത്മാവോട് ഏറ്റു പറഞ്ഞു, എന്റെ കർത്താവ് തരുന്ന അവസരങ്ങൾ കർത്താവ് ഞാൻ ഉപയോഗിക്കാം. ദൈവഹിതമില്ലാത്തൊരു പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ട. ദൈവഹിതമില്ലാത്ത ഒരു പേരോ പ്രശസ്തിയോ ഒരു ശുശ്രൂഷയോ വേണ്ട. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ വിശ്വസ്തരെന്ന് നമ്മെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരാകുക. അത് മാത്രമേ ദൈവം ചോദിക്കുകയുള്ളൂ. ദൈവം നമ്മെ എവിടെയാണ് ആക്കിയിരിക്കുന്നത്, ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കണം. ദൈവം അവിടെ മാത്രമേ നോക്കത്തുള്ളൂ. മാത്രമല്ല, ദൈവം ആക്കിയ ജോലി വിശ്വസ്തരായിരിക്കണം. അപ്പോഴാണ്
അല്പത്തിലല്ല അത്യല്പത്തിൽ വിശ്വസ്തരായാലും ദൈവം അധികത്തിൽ വിചാരകരാക്കും. എന്നാൽ തീരുമാനിക്കുക, യേശുപ്പച്ച എനിക്ക് അധികത്തിൽ വിചാരകനായില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഏൽപ്പിച്ച അല്പത്തിൽ വിശ്വസ്തനാകാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിന് ആവശ്യം വിശ്വസ്തരെയാണ്, കഴിവുള്ളവരെയല്ല, വിദ്യാഭ്യാസമുള്ളവരെയല്ല, കൃപാവരപ്രാപ്തരല്ല. ദൈവത്തിന് ആവശ്യം വിശ്വസ്തരാണ്. ഏത് സമയത്ത് എന്തേൽപ്പിച്ചാലും അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ തയ്യാറുള്ള ഒരു തലമുറയെ അന്ത്യകാല ഉണർവിന് ദൈവത്തിന് ആവശ്യമുണ്ട്. അന്ത്യകാല ഉണർവിന്റെ വാതിൽക്കലാണ് നാം ആയിരിക്കുന്നത്. അതിന് ദൈവത്തിന്റെ വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഏൽപ്പിക്കാമോ? യെസ് ലോർഡ്. കർത്താവെ, എന്നെ അതിനായി സമർപ്പിക്കുന്നു. കർത്താവെ, അന്ത്യകാല ഉണർവിന്റെ നീർച്ചാലുകളായി തീരുവാൻ ഈ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഏൽപ്പിച്ചത് കർത്താവെ അല്പമായാലും അത്യല്പമായതും അതിൽ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏൽപ്പിക്കാത്ത ഒരു കർത്താവെ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ട. കർത്താവെ, ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുവാൻ അങ്ങയുടെ പാദപ്പെടുത്ത് അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ നല്ലവന് വിശ്വസ്തനമായ ദാസരെ ദാസി എന്ന് വിളിക്കോകരിക്കരായി തീരുവാൻ ദൈവനെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വെറും കൈയോട് വരുവാൻ ഇടിയരുതോ. ഇതാ നീ കർത്താവ് ഞാനും അങ്ങ് എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞ് ചില ആത്മീയ മക്കളുമായി ഹല്ലേലൂയ വലിയ കതിരുകളുമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശു ഹല്ലേലൂയ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയം കത്തിയതുപോലെ ഈ ഓരോ ശബ്ദവും പരിശുദ്ധാത്മാവിലൊക്കെ അവർ കേൾക്കുമ്പോൾ അവിടെ ഹൃദയം കത്തുവാൻ, ചില തീരുമാനങ്ങൾ എടുത്ത് കർത്താവിനോട് ഒന്നുകൂടെ അടുക്കുവാൻ, ചില കർത്താവിനോട് പറ്റിയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും പോയിച്ചും കർത്താവിന് മാത്രം തരുന്നു. ഞാനോ കുറയണം, കർത്താവ് വളരണം. കർത്താവ്, ക്രൂസിന്റെ മറവിൽ മറഞ്ഞുകൊണ്ട് ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെ എപ്പോഴും എവിടെയും ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.